Hello, my dear students. Welcome to the class. Ella makkalkum JEE 50 days crash program, free crash program, YouTube le free crash program like swagatham. എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച് മുന്നേറുകയാണെന്ന് അറിയാം. I hope all of you guys are staying healthy, happy, motivated, blessed and fearless. ഇന്ത്യയിലെ ഏറ്റവും നല്ല കോളേജിൽ എത്തിപ്പെടും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ആവണം. Okay, good evening. Welcome. എല്ലാ മക്കൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് അധികം വൈകാതെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിന്ന് 50 ഡേയ്സ് കണ്ടാൽ എത്ര പെർസെൻറ്റേജ് കിട്ടും? അങ്ങനെ എനിക്ക് പ്രവചിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ എന്താ പറയുക ആളായപ്പോയനല്ലേ. എനിക്ക് അങ്ങനെ മറ്റേ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലടാ. 50 ഡേയ്സ് കണ്ടാൽ മാത്രം പോരാ, അതിലത്തെ ക്വസ്റ്റ്യൻസ് സ്വയം ചെയ്യാൻ നോക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്യണം അല്ലേ. 50 ഡേയ്സ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിവിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് പെട്ടെന്ന് ക്ലിയർ പ്രോബ്ലംസ് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. ഇത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാവും ഇത് കണ്ടു കഴിഞ്ഞാൽ. ഈ ലിമിറ്റഡ് ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാവും ഇത് കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കണം മക്കളെ. ഓക്കെ, cool. So basically നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Let's start one of the most important chapters, equilibrium. ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മൊത്തം കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുകളിൽ ഒന്നായ ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. ആദ്യം തന്നെ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ്. എത്ര തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ട് മക്കളെ? എത്ര തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ട്? ദർ ആർ 2 kinds of reactions. റിയാക്ഷൻസിനെ ക്ലാസിഫൈ ആണെങ്കിൽ ദർ ആർ റിവേഴ്സിബിൾ റിയാക്ഷൻസ് and then there are irreversible reactions. Reversible reactions and then there are irreversible reactions. Okay, irreversible reactions എന്ന് പറയുമ്പോൾ no equilibrium is not achieved അല്ലെ. ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഡിം എന്ന് പറഞ്ഞു പോകും, തിരിച്ചു വരില്ല. അതാണ് ഈ irreversible reactions. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ആസിഡ് ബേസ് റിയാക്ഷൻ, ആസിഡ് പ്ലസ് ബേസ് റിയാക്ഷൻസ് ഇറിവേഴ്സിബിൾ ആണ്. അതേപോലെ തന്നെ precipitation reactions ഇറിവേഴ്സിബിൾ ആണ്. ഇറിവേഴ്സിബിൾ ആണ്. ഇതൊക്കെ ഓർത്ത് വെക്കാട്ടോ, എക്സ്ട്രാ പോയിന്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ HCl plus NaOH ഗിവിംഗ് NaCl plus H2O. അത് ഒറ്റ സൈഡിലേക്ക് പോകുള്ളൂ, തിരിച്ചു വരില്ല. ഓക്കെ മക്കളെ, ഫൈൻ. NaCl plus AgNO3 NaCl plus AgNO3 giving you AgCl. ഇതൊരു precipitate ആണ്. AgCl plus NaNO3 ഇതൊരു precipitation reaction. ഒറ്റ സൈഡിലേക്കേ പോകുള്ളൂ, തിരിച്ചു വരില്ല. ഓക്കെ, സോ irreversible reactions no equilibrium. റിവേഴ്സിബിൾ റിയാക്ഷൻസിലാണ് ഇക്വിലിബ്രിയം അച്ചീവ്ഡ് ആയിട്ടുള്ളത്. റിവേഴ്സിബിൾ റിയാക്ഷൻസിലാണ് ഇക്വിലിബ്രിയം അച്ചീവ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ മക്കളെ, ഫൈൻ. ഓക്കെ, എല്ലാവരും നോക്കാം. ഞാൻ ഓരോ സ്ലൈഡിലും ഓരോ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ലൈഡിലും മെയിൻ സ്ലൈഡ്സിലൊക്കെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ചാപ്റ്ററിലുള്ള സബ് ടോപ്പിക്സ്. അപ്പം നമ്മൾ ഓരോ സബ് ടോപ്പിക് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക് വെച്ചിട്ടാണ് പോകുന്നത്. അതിലത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾക്ക് ഏറ്റവും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഈവൻ മൈന്യൂട്ടസ്റ്റ് ഓഫ് ദ മൈന്യൂട്ടസ്റ്റ് പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്, നെസസറി കണ്ടീഷൻസ് ഫോർ ഇക്വിലിബ്രിയം എത്താനുള്ള നെസസറി കണ്ടീഷൻ എന്താണ്? Xylem മക്കളെ ഇപ്പോൾ ഡൗട്ട് ചോദിക്കല്ലേടാ, ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഫുൾ ഡിസ്കസ് ചെയ്തിരുന്നു. പേ ചെയ്താൽ അത് മാത്രം ഓപ്പൺ ആക്കി തരാൻ പറ്റുമോ മക്കളെ? ഞാൻ ചോദിക്കട്ടെ ഏഞ്ചൽ. ഓക്കെ, ചോദിക്കട്ടെ കൂട്ടാ. ഓക്കെ, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. PYQs ഫുൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല പേ ചെയ്താൽ അത് മാത്രമായിട്ട് ഓപ്പൺ ആക്കി കിട്ടുമെന്ന്. എന്തായാലും ഞാൻ ചോദിക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല മക്കളെ. എനിവേ ഐ ആസ്ക്, ക്ലാരിഫൈ ചെയ്യേണ്ടി വരും. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം, ഇപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. ഓക്കെ, നെസസറി കണ്ടീഷൻസ് ഫോർ ഇക്വിലിബ്രിയം ടു ഹാപ്പൻ. ഒരു റിയാക്ഷൻ റിയാക്ടൻസ് ഗിവിംഗ് യു പ്രോഡക്ട്സ് ഇക്വിലിബ്രിയത്തിൽ എത്താനായിട്ടുള്ള നെസസറി കണ്ടീഷൻ. ദർ ഇസ് ഓൺലി വൺ നെസസറി കണ്ടീഷൻ ഫോർ ഇറ്റ്, ദാറ്റ് ഇസ് RF ഷുഡ് ബി ഈക്വൽ ടു RB. RF ഷുഡ് ബി ഈക്വൽ ടു RB. ദിസ് ഇസ് ദ ഓൺലി നെസസറി കണ്ടീഷൻ. RF ഈക്വൽ ടു RB. RF ഈക്വൽ ടു RB. RF ഈക്വൽ ടു RB എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? rate of forward reaction. These are rates of forward reaction. Okay,
rate of forward reaction should be equal to rate of backward reaction. Rate of forward reaction should be equal to rate of backward reaction. This is the only condition. ഇതായിരിക്കണം only condition. പല മക്കളും ഓർത്തു വെച്ചിട്ടുണ്ട്. പലരും ഓർത്തു വെക്കുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ സർ ഇക്വിലിബ്രിയത്തിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് സെയിം ആയിരിക്കണം. ഇക്വിലിബ്രിയത്തിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് സെയിം ആയിരിക്കണം, ആവണമെന്നില്ല. ഓക്കെ, ഇക്വിലിബ്രിയത്തിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് സെയിം ആവണമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് and products and concentration of products may or may not be equal. May or may not be equal. May or may not be equal. May or may not be equal at equilibrium. At equilibrium. Equilibrium ഒരേ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും സെയിം ആയിരിക്കണം. അതായിരിക്കണം ഒരേ ഒരു കണ്ടീഷൻ. ഓക്കെ, നെക്സ്റ്റ് ഗ്രാഫ്സ് ഫോർ ഇക്വിലിബ്രിയം. ഗ്രാഫ്സ് ഫോർ ഇക്വിലിബ്രിയം എല്ലാവരും നോക്കിക്കേ മക്കളെ. ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോസിബിൾ ടൈപ്പ് ഓഫ് ഗ്രാഫ്സ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ എല്ലാവരും നോക്കിക്കേ മക്കളെ. വൈ ആക്സിസിൽ കോൺസെൻട്രേഷൻ, എക്സ് ആക്സിസിൽ ടൈം. ഓക്കെ, വൈ ആക്സിസിൽ കോൺസെൻട്രേഷൻ, എക്സ് ആക്സിസിൽ ടൈം. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ വരുന്നു, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ വരുന്നു, അവർ തമ്മിൽ കൂട്ടിമുട്ടുന്നു. അതൊരു ഗ്രാഫ്. രണ്ടാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ വരുന്നു, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ വരുന്നു, അവർ കൂട്ടിമുട്ടുന്നില്ല, പക്ഷെ ഹൊറിസോണ്ടൽ ആയിട്ട് മുന്നിലേക്ക് പോകുന്നു. ഓക്കെ, എല്ലാവരും നോക്കുക. ഇതാണ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിന്റെ ഗ്രാഫ്, ഇതാണ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റിന്റെ ഗ്രാഫ്. ഇത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിന്റെ ഗ്രാഫ്, ഇത് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റിന്റെ ഗ്രാഫ്. മൂന്നാമത്തെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ മേളിൽ നിന്ന് താഴത്തോട്ട് വരുന്നു, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ താഴത്തുനിന്ന് മേളിലേക്ക് പോകുന്നു, കുറച്ച് കഴിഞ്ഞത് ഹൊറിസോണ്ടൽ ലൈനിലേക്ക് മാറുന്നു. ഓക്കെ, ഇതാണ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്, ഇതാണ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്. ഓക്കെ, ഇനി നാലാമത്തെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ റേറ്റും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ്. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇങ്ങനെ പോകുന്നു, റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇങ്ങനെ പോകുന്നു, ഫൈനലി ദേ ടച്ച് ഈച്ച് അതർ. ഇതാണ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷന്റെ ഗ്രാഫ്, ഇതാണ് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷന്റെ ഗ്രാഫ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിൽ ഏത് ഗ്രാഫാണ് കറക്റ്റ്? ഇതിൽ ഏത് ഗ്രാഫാണ് വിച്ച് ഗ്രാഫ് റെപ്രസെന്റ്സ് ഇക്വിലിബ്രിയം? അപ്പൊ നിങ്ങൾ പറയും സർ ഇതില് കണ്ടിട്ട് ഇവനും ഇവനുമാണെന്ന് പറയും. ചിലവർ മിക്ക സ്റ്റുഡൻസും പറയുന്നത് സർ ഇവനും ഇവനുമാണ്, കാര്യം രണ്ട് ഗ്രാഫും കൂട്ടിമുട്ടുന്നുണ്ട്. ഒരിക്കലും അല്ല മക്കളെ, ഇതിൽ നാല് ഗ്രാഫും ഓൾ ദ ഫോർ ഗ്രാഫ്സ് റെപ്രസെന്റ്സ് ഇക്വിലിബ്രിയം. കാരണം എന്താണ്? ഇക്വിലിബ്രിയത്തിലെ നെസസറി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഷുഡ് ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ റേറ്റ് വേഴ്സസ് ടൈമിന്റെ ഗ്രാഫിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇങ്ങനെ വന്ന് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിട്ട് കൂട്ടിമുട്ടുന്നു, ഇക്വിലിബ്രിയം അച്ചീവ് ആയി. അപ്പൊ ഈ ഗ്രാഫ് എന്തായാലും ഇക്വിലിബ്രിയത്തിന്റെ ഗ്രാഫ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻസ് അവരിവിടെ എഴുതിയിരുന്നു, concentration of reactant and concentration of product may or may not be equal at equilibrium. Concentration of reactants and products may or may not be equal at equilibrium. Okay, അതിന്റെ ഒപ്പം സാർ ഒരു പോയിന്റും കൂടി ഇവിടെ ആഡ് ചെയ്യാണ്. Only thing that you have to keep in mind is concentration of reactants and products become constant. They become constant at equilibrium. അവർ ഈക്വൽ ആവണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷെ അവർ കോൺസ്റ്റന്റ് ആവും. ഇക്വിലിബ്രിയത്തിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷനും പിന്നെ മാറില്ല വൺസ് ഇക്വിലിബ്രിയം ഇസ് അച്ചീവ്ഡ്. സോ ബേസിക്കലി ഇവിടെ നോക്കിക്കേ മക്കളെ, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ വന്ന് ഹൊറിസോണ്ടൽ ലൈനായി, ദാറ്റ് മീൻസ് ഇറ്റ് ബിക്കംസ് കോൺസ്റ്റന്റ്. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ വന്ന് ഹൊറിസോണ്ടൽ ലൈനായി, ദാറ്റ് മീൻസ് ഇറ്റ് ബിക്കംസ് കോൺസ്റ്റന്റ്. രണ്ടാമത്തെ ഗ്രാഫിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ വന്ന് ഹൊറിസോണ്ടൽ ലൈനായി, ദാറ്റ് മീൻസ് ഇറ്റ് ബിക്കംസ് കോൺസ്റ്റന്റ്. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ വന്ന് ഹൊറിസോണ്ടൽ ലൈനായി, ദാറ്റ് മീൻസ് ഇറ്റ് ബിക്കംസ് കോൺസ്റ്റന്റ്. ഇതിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ വന്ന് ഹൊറിസോണ്ടൽ ലൈനായി, ദാറ്റ് മീൻസ് ഇറ്റ് ബിക്കംസ് കോൺസ്റ്റന്റ്. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ വന്നു ഹൊറിസോണ്ടൽ ലൈനായി, ദാറ്റ് മീൻസ് ഇറ്റ് ബിക്കംസ് കോൺസ്റ്റന്റ്. സോ ബേസിക്കലി ഇവരെല്ലാവരും ഈ നാല് ഗ്രാഫും റെപ്രസെന്റ്സ് ഇക്വിലിബ്രിയം. ഓക്കെ മക്കളെ, ഇതിലെ നെസസറി കണ്ടീഷൻ ഒറ്റ കാര്യം ഓർത്താൽ മതി, റേറ്റ് ഷുഡ് ബി ഈക്വൽ, കോൺസെൻട്രേഷൻ മേ ഓർ മേ നോട്ട് ബി ഈക്വൽ. ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ ഗ്രാഫിലെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും പ്രോഡക്റ്റും ഇക്വിലിബ്രിയത്തിൽ ഈക്വലാ. രണ്ടാമത്തേൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രോഡക്റ്റ് ഇസ് നോട്ട് ഈക്വൽ. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് കൂടുതലാണ് പ്രോഡക്റ്റിന്റെ വെച്ച് നോക്കുമ്പോൾ ഇക്വിലിബ്രിയത്തിൽ. എന്ന് വെച്ചിട്ട് അത് ഇക്വിലിബ്രിയം അല്ല എന്ന് പറയാനുള്ള, അത് ഇക്വിലിബ്രിയം തന്നെയാണ്. മൂന്നാമത്തെ ഗ്രാഫിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റിനും കുറവാണ് ഇക്വിലിബ്രിയത്തിൽ.
എന്ന് വെച്ചിട്ട് അത് ഇക്വിലിബ്രിയം അല്ല എന്ന് പറയുന്നതല്ല, അത് ഇക്വിലിബ്രിയം ആണ്. അതെങ്ങനെ മനസ്സിലായി? കാരണം കോൺസെൻട്രേഷൻസ് ബിക്കംസ് കോൺസ്റ്റന്റ്. ഹൊറിസോണ്ടൽ ലൈൻ നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളത് എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എല്ലാവർക്കും അറിയാം. ഇഫ് യു ഹാവ് എ റിയാക്ഷൻ എ പ്ലസ് ബി ഗിവിംഗ് യു സി പ്ലസ് ഡി, ഈ ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ ആണെങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണ് മക്കളെ? Kc is equal to concentration of C the whole raised to C into concentration of D the whole raised to D divided by concentration of A the whole raised to A into concentration of B the whole raised to B. Okay മക്കളെ, ഈ A, B, C and D are stoichiometric coefficients. A, B, C and D are stoichiometric coefficients. ഇത് തന്നെ for a gaseous reactions. ഇത് തന്നെ for a gaseous reaction. ഇതൊരു gaseous reaction ആണെങ്കിൽ Kp നമുക്ക് ഡിഫൈൻ ചെയ്യാം. Kp is what? Kp is partial pressure of C the whole raised to C into partial pressure of D the whole raised to D divided by partial pressure of A the whole raised to A into partial pressure of B the whole raised to B. Okay മക്കളെ, and Kp Kc relation എല്ലാവർക്കും അറിയാം. Kp is equal to Kc RT raised to delta Ng. Kp is equal to Kc RT raised to delta Ng. Okay മക്കളെ, fine. So when delta Ng is equal to 0, delta Ng equal to 0, we can say that Kp is equal to Kc. Kp is equal to Kc. ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്. Is equilibrium constant of a particular reaction, is it a constant? ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് ക്വസ്റ്റ്യൻ. Is equilibrium constant of a particular reaction, അതൊരു കോൺസ്റ്റന്റ് ആണോ? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറയണം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. എല്ലാവരും നോക്കുക മക്കളെ, Kc and Kp of a particular balanced reaction, of a particular balanced reaction depends only on temperature. Depends only on temperature. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് മക്കളെ. ഒരു പെർട്ടിക്കുലർ ബാലൻസ് കെമിക്കൽ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻസ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. ബാക്കി എന്ത് മാറ്റിയാലും, പ്രഷർ മാറ്റിക്കോളൂ, വോളിയം മാറ്റിക്കോളൂ, എന്ത് മാറ്റിയാലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറ്റം വരില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയും സാർ എന്താണ് ഈ പെർട്ടിക്കുലർ ബാലൻസ് കെമിക്കൽ റിയാക്ഷൻ എന്ന് ഉദ്ദേശിച്ചത്? ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, I have a reaction R giving you P. ഓക്കെ, ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc is equal to 10 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ, കോൺസെൻട്രേഷൻ ഓഫ് P ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് R. ഓക്കെ, ഞാൻ ഇതേ റിയാക്ഷൻ തന്നെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പോവാ. 2R giving you 2P. 2R giving you 2P യുടെ Kc വാല്യൂ എന്തായിരിക്കും? Concentration of P the whole square divided by concentration of R the whole square. That is nothing but P by R the whole square, that is 10 square, that is equal to 100. So basically ഒരേ റിയാക്ഷന്റെ രണ്ട് റെപ്രസെന്റേഷൻ രണ്ട് Kc വാല്യൂ വന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത് Kc മാറിക്കൊണ്ടേയിരിക്കുമെന്ന്. യെസ്, Kc മാറും എപ്പോഴാ? സ്റ്റോക്കിയോമെട്രിക് കോഷ്യന്റ് മാറ്റി എഴുതുമ്പോൾ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഫോർ എ പെർട്ടിക്കുലർ റിയാക്ഷൻ ഇഫ് യു ആർ റെപ്രസെന്റിംഗ് ദ റിയാക്ഷൻ വിത്ത് എ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്റ്റോക്കിയോമെട്രിക് കോഫിഷ്യന്റ് ഫിക്സഡ് ആക്കി വെക്കുകയാണെങ്കിൽ പിന്നെ Kcനെ മാറ്റാൻ ടെമ്പറേച്ചറിന് മാത്രമേ പറ്റുള്ളൂ. സ്റ്റോക്കിയോമെട്രിക് കോഫിഷ്യന്റ് നിങ്ങൾ ഫിക്സ്ഡ് ആക്കി വെക്കുകയാണെങ്കിൽ, സ്റ്റോക്കിയോമെട്രിക് കോഫിഷ്യന്റ് നിങ്ങൾ എങ്ങനെയാണ് ആ റിയാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് അത് ഫിക്സ്ഡ് ആക്കി വെക്കുകയാണെങ്കിൽ പിന്നെ Kpയുടെ വാല്യൂ ഡിപ്പെൻസ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. മനസ്സിൽ വെക്കുക. ഒന്നുകൂടി പറഞ്ഞുതരാം മക്കളെ, നിങ്ങൾ എങ്ങനെയാണോ റിയാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് അത് നിങ്ങൾ ഫിക്സ്ഡ് ആക്കി വെക്കുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് സ്റ്റോക്കിയോമെട്രിക് കോഫിഷ്യന്റ് ഫിക്സ്ഡ് ആക്കി വെക്കുകയാണെങ്കിൽ പിന്നെ അതിന്റെ Kc വാല്യൂ അല്ലെങ്കിൽ Kp വാല്യൂ ഡിപ്പെൻസ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. ഓക്കെ മക്കളെ, ഫൈൻ. ഓക്കെ ആണോ? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിലേക്ക് പോകാം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ മോഡലിലുള്ള ക്വസ്റ്റൻസ് ആണ്. ഓക്കെ, ഇൻ ദ ഫിഗർ ഷോൺ ബിലോ, റിയാക്ടന്റ് A represented by a square is in equilibrium with product B represented by a circle. The equilibrium constant is. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഇതിൽ റിയാക്ഷൻ എന്താണെന്ന് തന്നിട്ടില്ല. സോ വി ആർ അസ്യൂമിങ് ദാറ്റ് ദിസ് ഇസ് ദ റിയാക്ഷൻ A giving you B. ഇതാണ് റിയാക്ഷൻ എന്ന് വിചാരിക്കുക. സ്റ്റോക്കിയോമെട്രിക് കോഫിഷ്യന്റ് 1 ആക്കി എടുക്കുകയാണ്. A giving you B. ഇതാണ് റിയാക്ഷൻ എന്ന് വിചാരിക്കുക. ഓക്കെ, A is represented by square. എത്ര സ്ക്വയർ ഉണ്ട് നോക്കുക? 1 2 3 4 5 6 6 A ഉണ്ട്. അപ്പോൾ ഓക്കെ, ബിയോ മക്കളെ
it's represented by circle 1 2 3 4 5 6 7 8 9 10 11 12. B is equal to 12. That means equilibrium constant എന്താ മക്കളെ? Amount of B by amount of A. Okay, that is basically 12 by 6, that is equal to 2. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു JEE ക്വസ്റ്റൻ ആണ്. പക്ഷെ ഇത് ഡയഗ്രാം ഒക്കെ കാണുമ്പോൾ ചില സ്റ്റുഡൻസ് പതറിപ്പോകും. ഇതെന്താണ് ഡയഗ്രാം? അവിടെ നിങ്ങൾ നിങ്ങളുടെ ബേസിക് പ്രിൻസിപ്പിൾസ്, ബേസിക് ഫണ്ടമെന്റൽസിലേക്ക് നീങ്ങിയാൽ മതി. സിമ്പിൾ ആയിട്ട് ആലോചിക്കുക, കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നിൽക്കരുത്. ഓക്കെ, so basically 2 will be the answer. Next question നോക്കാം. For which of the following reactions Kp is equal to Kc? Kp is equal to Kc എപ്പോഴാണ് വരുന്നത് മക്കളെ? Kp is equal to Kc when delta Ng is equal to 0. Delta Ng is equal to 0 പറഞ്ഞ എൻ്റെ ഒപ്പം തന്നെ ചെയ്യാൻ നോക്കൂ കേട്ടോ മക്കളെ, എൻ്റെ ഒപ്പം തന്നെ ചെയ്യാൻ നോക്കൂ. സാറ് ചെയ്യുന്നുണ്ട്, അപ്പൊ സാറ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കാന്നൊന്നും വിചാരിക്കരുത് മക്കളെ, എൻ്റെ ഒപ്പം തന്നെ ചെയ്യാൻ നോക്കുക. സോ ഡെൽറ്റ Ng is equal to 0 വരുന്ന ഏതിലാ മക്കളെ? ഡെൽറ്റ Ng is equal to 0 വരുന്ന ഏതിലാണ്? ഓപ്ഷൻ സി അല്ലേ? ഡെൽറ്റ Ng is equal to 0 വരുന്നത് ഓപ്ഷൻ സി അല്ലേ? ഡെൽറ്റ Ng എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഗേഷ്യസ് മോൾസ് ആണ് കേട്ടോ. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഗേഷ്യസ് മോൾസ്. പ്രോഡക്റ്റ് സൈഡിൽ എത്ര ഗ്യാസ് ഉണ്ട് അത് മൊത്തം ആഡ് ചെയ്യുക, മൈനസ് റിയാക്ടൻ സൈഡിൽ എത്ര ഗ്യാസ് ഉണ്ട് അത് മൊത്തം ആഡ് ചെയ്യുക. സോ ബേസിക്കലി ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? സി ആണ് ആൻസർ വരിക. കാര്യം ഇവിടെ 2 ഉണ്ട് പ്രോഡക്റ്റ് സൈഡിൽ, റിയാക്ടൻ സൈഡിൽ 1 + 1 2 ഉണ്ട്. അപ്പോൾ പ്രോഡക്റ്റിലെ നമ്പർ ഓഫ് ഗ്യാസ് മോൾസ് മൈനസ് റിയാക്ടറിലെ നമ്പർ ഓഫ് ഗ്യാസ് മോൾസ് 2 - 2 that is equal to 0. ഓക്കെ ആണോ മക്കളെ? ഇറ്റ്സ് എ ക്ലിയർ മൈ ഡിയർ ചാമ്പ്യൻസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർ ദ റിയാക്ഷൻ 2NO2 giving you 2NO plus O2, Kc is given as 1.8 into 10⁻⁶ at 184 degrees Celsius, 184 degrees Celsius. R value തന്നിട്ടുണ്ട് 0.00831. അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് സാർ കറക്റ്റ് ചെയ്ത് എഴുതിയതാണ്. 0.00831 kilojoules per mole per Kelvin. Kc and Kp is related. Kp and Kc are related to each other by Kp is greater than Kc, Kp is less than Kc, Kp is equal to Kc. Okay. Whether Kp is greater than, less than or equal to depends upon the total gas pressure. മക്കളെ നമുക്കറിയാം Kp is equal to Kc into RT raised to delta Ng. That means that is equal to Kc into R in the value എത്രയാണ്? 0.00831 kilojoules per mole per Kelvin. അപ്പോൾ കിലോജൂൾസിനെ ഞാൻ ജൂൾസ് ആക്കുകയാണ്. സോ ഇൻറ്റു 1000 ചെയ്താൽ മതി. ഇൻറ്റു 1000 ചെയ്യുമ്പോൾ 8.3 കിട്ടും. 8.31 ഇൻറ്റു ടെമ്പറേച്ചർ എത്ര മക്കളെ? 184 ഡിഗ്രി സെൽഷ്യസ്. 184 എന്ന് പറയുമ്പോൾ 273 + 184 that is equal to 457 അല്ലേ? 457 അല്ലേ വരിക? 457 ഇൻറ്റു ഡെൽറ്റ Ng. ഡെൽറ്റ Ng എത്ര മക്കളെ? പ്രോഡക്റ്റ് സൈഡിൽ എത്ര ഗ്യാസ് മോൾസ് ഉണ്ട്? 2 + 1. റിയാക്ടൻ സൈഡിലോ 2. സോ പ്രോഡക്റ്റ് സൈഡിൽ 3 എണ്ണം ഉണ്ട്, റിയാക്ടൻ സൈഡിൽ 2 എണ്ണം ഉണ്ട്. സോ ഡെൽറ്റ Ng is 1. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് Kc ഇൻറ്റു സം വെരി ബിഗ് നമ്പർ അല്ലേ? 8.3 ഇൻറ്റു 457 എന്ന് പറയുമ്പോൾ ഒരു വലിയ നമ്പറാണ് അല്ലേ? അപ്പം എന്തായാലും ആൻഡ് ദിസ് നമ്പർ ഇസ് ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ 1. ഈ നമ്പർ 1ലും എന്തായാലും ഗ്രേറ്ററാണ്. അപ്പം എനി നമ്പർ ഗ്രേറ്റർ ദാൻ 1 when you multiply it with Kc, the result will be greater than Kc. അല്ലേ? 8.31 into 457 is greater than 1. അപ്പോൾ അത് ഇൻറ്റു Kc ചെയ്യുമ്പോൾ the value will be, the answer will be greater than Kc. So that means Kp is greater than Kc. Kp is greater than Kc. ഇവിടെ ഇപ്പോൾ ഈ വാല്യൂ 1ന് താഴ്ത്തായിരുന്നെങ്കിൽ, ഇപ്പോൾ ഇത് 0.02 എന്ന് വല്ലതും വരികയായിരുന്നെങ്കിൽ ഇപ്പോൾ 0.02 into Kc will be lesser than Kc. പക്ഷെ ഇവിടെ എന്തായാലും this is greater than 1. അപ്പോൾ that multiplied by Kc is definitely going to be greater than 1. അപ്പോൾ Kp is greater than Kc. ഓക്കെ മക്കളെ? എ ആണ് ഉത്തരം വരിക. ഓക്കെ ആണോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും പ്രീവിയസ് ഇയർ, ഐ തിങ്ക് ദിസ് ഇസ് 2022 or 21 ആണെന്ന് തോന്നുന്നു. എനിവേ, ഫോർ ദ റിയാക്ഷൻ Fe2n solid plus 3/2 H2 gas giving you 2 Fe solid plus NH3 gas, Kc is equal to, എല്ലാവരും നോക്കുക, Kcയുടെ റെപ്രസെൻറ്റേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നോക്കുക മക്കളെ, വി നോ ദാറ്റ് Kp is equal to Kc RT raised to delta Ng. അപ്പോൾ ഇതിനെ തന്നെ ഒന്ന് ഉൾട്ടടിക്കുക. ഓക്കെ, ഒന്നങ്ങോട്ട് മറച്ചിടുമ്പോൾ എന്ത് പറ്റും മക്കളെ? Kc is equal to Kp by RT raised to delta Ng. അതായത് ബേസിക്കലി Kp into RT raised to minus delta Ng അല്ലേ മക്കളെ? ഫൈൻ. അപ്പോൾ ഇതാണ് റിലേഷൻഷിപ്പ് വരിക. കാരണം Kpയുടെ ടേംസിൽ Kcനെ എഴുതണം.
Now delta Ng എത്ര വരിക മക്കളെ ഇവിടെ delta Ng എത്രയാ നോക്കുക. delta Ng is equal to പ്രോഡക്റ്റ് സൈഡിൽ ഗ്യാസ് മോൾസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എൻ്റെ കുട്ടന്മാരെ ഗ്യാസ് മോൾസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ബാക്കി എന്തെടുത്താലും ഞാൻ വീട്ടിൽ വന്ന് ഇടിക്കും. ഗ്യാസ് മോൾസ് എത്രയുള്ളത്? പ്രോഡക്റ്റ് സൈഡിൽ 1, റിയാക്ടൻ സൈഡിൽ ഇത് സോളിഡ് ആണ്, അപ്പോൾ 3/2 മാത്രം എടുക്കുക റിയാക്ടൻ സൈഡിൽ. അപ്പോൾ ഡെൽറ്റ എൻ ജി ഈസ് പ്രോഡക്റ്റ് സൈഡിൽ 1, റിയാക്ടൻ സൈഡിൽ 3/2. സോ 1 - 3/2 is equal to -1/2. ഓക്കെ, അപ്പൊ കെ സി ഇസ് ഈക്വൽ ടു കെ പി ഇൻറ്റു ആർ ടി റേസ് ടു മൈനസ് ഓഫ് ഡെൽറ്റ എൻ ജി. മൈനസ് ഓഫ് ഡെൽറ്റ എൻ ജി എന്ന് പറയുമ്പോൾ 1/2 വരും. കാരണം ഡെൽറ്റ എൻ ജി -1/2 ആണ്. നമുക്കിവിടെ മൈനസ് ഓഫ് ഡെൽറ്റ എൻ ജി ആണ് വേണ്ടത്. അപ്പോൾ എ. മിക്ക സ്റ്റുഡൻസും ഡി എന്നും പറഞ്ഞ് മാർക്ക് ചെയ്യും. കാര്യം എന്താ, അവർ ശ്രദ്ധിച്ചിട്ടില്ല. ദിസ് ഇസ് കെ സി ഇസ് ഈക്വൽ ടു കെ പി ആർ ടി റേസ് ടു. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. ക്വസ്റ്റ്യൻസ് കെമിസ്ട്രി പരീക്ഷ ഈസിയാണ് ജെഇക്ക്. അതിന് നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് വായിച്ച് ഇംപേഷ്യൻ്റ് ആയിട്ട് വായിച്ചു പോകേണ്ട ഒരു കാര്യമില്ല. ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. വീട്ടിൽ വന്ന് തിരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തലേ കൈവച്ചിട്ട് അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് പറയരുത്. ഓക്കെ മക്കളെ, ഫൈൻ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു റീഡ് ദ ക്വസ്റ്റ്യൻസ് വെരി കെയർഫുള്ളി. സില്ലി മിസ്റ്റേക്സ് ഉണ്ടാക്കരുത് മക്കളെ, ദയവ് ചെയ്ത്. ഓക്കെ ആണോ മക്കളെ? നെക്സ്റ്റ്, ക്വിക്ക് വേ ടു ഫൈൻഡ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓർ പ്രഷർ. ഇതൊരു ട്രിക്കാണ്. ട്രിക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ട്രിക്കാണ്. എന്നാലും അറിയാത്തവർക്കായിട്ട് ഒരു റിയാക്ഷൻ ഇങ്ങനെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. എ പ്ലസ് ബി ഗിവിങ് യു ഇൻ ഇക്വിലിബ്രിയം വിത്ത് സി പ്ലസ് ഡി എന്നൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് us say ഇനീഷ്യൽ മോൾസ് ഓഫ് എ എക്സ് എന്ന് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ് വേണ്ട, പി എന്ന് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ മോൾസ് ഓഫ് എ പിയും, അല്ലെങ്കിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ പിയും, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ബി ക്യൂവും എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ പിയും ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ബി ക്യൂ എന്നും തന്നിട്ടുണ്ട്. ഫൈനൽ കോൺസെൻട്രേഷൻ ക്യാൻ ഈസിലി ബി റിട്ടൺ ആസ് പി മൈനസ് എ എക്സ്, ബിയുടെ ക്യൂ മൈനസ് ബി എക്സ്, സിയുടെ സി എക്സ് ആൻഡ് ഡിയുടെ ഡി എക്സ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഈ എക്സ് എന്താണ് മക്കളെ? എക്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലുള്ള എക്സ്ട്രാ തന്ന ഡേറ്റയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ തരാം. ഈ ട്രിക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേഷൻസ് വളരെ വളരെ എളുപ്പമാവും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ട്. 2a + 3b ഗിവിങ് യു 4c പ്ലസ് ഡി എന്നൊരു റിയാക്ഷൻ ഉണ്ട്. ലെറ്റ് us say ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ 10 എന്നും ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ബി ലെറ്റ് us say 8 എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ലെറ്റ് us say അവർ തന്നിട്ടുണ്ട് ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. ലെറ്റ് us say ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് എ. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം എത്തിയിട്ട് എയുടെ കോൺസെൻട്രേഷൻ, അതാണ് ഫൈനൽ കോൺസെൻട്രേഷൻ. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് എ ലെറ്റ് us say it is given as something 3. Okay, fine. Find the total final concentration. എല്ലാവരുടെയും final concentration. Find the equilibrium constant. Find Kc value. Find Kp value. Find final concentrations. ഇങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റുഡൻസിന് സ്ഥിരമായിട്ട് പണി തരുന്നത്. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ട്രിക്ക് യൂസ് ചെയ്യുക. ഇവിടെ എന്താ വരിക? 10 - 2x. ഇവിടെയോ 8 - 3x. ഇവിടെയോ 4x. ഇവിടെയോ x. ഓക്കെ, P minus AX. P എന്ന് വെച്ചാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ, അതായത് 10 മൈനസ് എ എന്ന് പറയുമ്പോൾ സ്റ്റോക്കിയോമെട്രിക് കോഷ്യന്റ്. സോ 10 - 2x, ഇത് 8 - 3x, ഇവിടെ 4x, ഇവിടെ x. ഇനി എന്താണ് ഈ x കണ്ടുപിടിക്കാനുള്ള എക്സ്ട്രാ ഡേറ്റയാണ് ഈ തന്നിരിക്കുന്നത്. നോക്കിയേ, A is equal to 3 equilibrium concentration. That means 10 - 2x എന്നുള്ള ഈ വാല്യൂ that is equal to 3. ഈ വാല്യൂ 3. അപ്പോൾ x എത്രയായി മക്കളെ? അപ്പോൾ x എത്രയായി? 7/2 that is equal to 3.5. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എയുടെ കോൺസെൻട്രേഷൻ കിട്ടും, ബിയുടെ കോൺസെൻട്രേഷൻ കിട്ടും, സിയുടെ കോൺസെൻട്രേഷൻ കിട്ടും, ഡിയുടെ കോൺസെൻട്രേഷൻ കിട്ടും. പിന്നെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇതിലേക്ക് ഇട്ടാൽ മതി. ഓക്കെയാണ് മക്കളെ? ഇതേ ടെക്നിക്ക് തന്നെ നമുക്ക് പ്രഷറിലും യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ലെറ്റ് us say ഈ 10 എന്ന് പറഞ്ഞത് ലെറ്റ് say it was ഇനീഷ്യൽ പ്രഷർ ഓഫ് എ. ഇനീഷ്യൽ പ്രഷർ ഓഫ് എ ആണെന്ന് വിചാരിക്കുക. ഇത് ഇനീഷ്യൽ പ്രഷർ ഓഫ് ബി. ലെറ്റ് us say ഫൈനൽ പ്രഷർ ഓഫ് എ is 3. ഇതേ സംഭവം തന്നെ പ്രഷറിലും യൂസ് ചെയ്യാം. ഓക്കെ മക്കളെ, ഫൈൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിക്കാണ്. ഇനി വേറൊരു ട്രിക്കും കൂടി സാറ് പറഞ്ഞു തരാം. ഇതേ റിയാക്ഷൻ തന്നെ എല്ലാവരും നോക്കുക. ഇതേ റിയാക്ഷൻ തന്നെ തന്നിട്ടുണ്ട്. ലെറ്റ് us say ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ പി ആണ്, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ബി ക്യൂ ആണ്.
അവര് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ തന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇസ് ഈക്വൽ ടു ആൽഫ എന്ന് തന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്താണെന്ന് അറിയാലോ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, ഫോർ എക്സാമ്പിൾ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 0.2, അതിന്റെ അർത്ഥം എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വൺ ഓഫ് ദ കോമ്പണൻസ്, ലെറ്റ് us say ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു ആൽഫ എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? എയുടെ ഒരു മോള് റിയാക്ട് ചെയ്യുമ്പോൾ, എയുടെ ഒരു മോൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ 0.2 റിയാക്ട് ചെയ്യും. അതാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷന്റെ അർത്ഥം. നമ്പർ ഓഫ് മോൾസ് ദാറ്റ് വിൽ റിയാക്ട് പെർ മോൾ ഓഫ് റിയാക്ടന്റ്. അപ്പൊ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ ഇസ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ 1 മോൾ എടുക്കുമ്പോൾ ആൽഫ റിയാക്ട് ചെയ്യും, എയുടെ 2 മോൾ എടുക്കുമ്പോൾ 2 ആൽഫ റിയാക്ട് ചെയ്യും, എയുടെ 3 മോൾസ് എടുക്കുമ്പോൾ 3 ആൽഫ റിയാക്ട് ചെയ്യും. അപ്പൊ എയുടെ എത്ര മോൾസ് ഉണ്ട്? ഇവിടെ പി മോൾസ് ഉണ്ട്. അപ്പൊ എത്ര റിയാക്ട് ചെയ്തു? പി ആൽഫ റിയാക്ട് ചെയ്തു. പി ആൽഫ റിയാക്ട് ചെയ്തു. അപ്പൊ എത്ര ബാക്കിയുണ്ട്? പി മൈനസ് പി ആൽഫ ബാക്കിയുണ്ട്. ഇനി എല്ലാവരും നോക്കുക, ഇനി ബാക്കിയുള്ളവരുടെ ഫൈനൽ കോൺസെൻട്രേഷൻസ് ക്യൂ മൈനസ്, എല്ലാവരും നോക്കുക, ക്യൂ മൈനസ് ബി ബൈ എ പി ആൽഫ. ഇവിടെ വരാൻ പോകുന്നത് സി ബൈ എ പി ആൽഫ. ഇവിടെ വരാൻ പോകുന്നത് ഡി ബൈ എ പി ആൽഫ. ഓക്കെ ആണോ മക്കളെ? ഫൈൻ. അപ്പൊ ഇത് ഒറ്റയടിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഇതെന്തോ വലിയ ഫോർമുല എന്ന് വിചാരിക്കും. സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ സാറ് കാണിച്ചു തരാം. സപ്പോസ് ഐ ഹാവ് 2a plus 3b giving you 4c plus d. ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ട്. അവർ തന്നിട്ടുണ്ട് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു 0.2 എന്ന് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ ഇവിടെ 10 ആണ്, ഇവിടെ 8 ആണ്. ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് എ എത്ര വരുന്നത്? 10 മൈനസ് 10 ആൽഫ, 10 മൈനസ് 10 ആൽഫ, 10 മൈനസ് 10 ഇൻറ്റു 0.2, 10 മൈനസ് 10 ആൽഫ വരും, 10 മൈനസ് 10 ഇൻറ്റു 0.2 വരും. ഇനി ബിയുടെ കോൺസെൻട്രേഷൻ സിമ്പിൾ ആയിട്ട് കിട്ടാനായിട്ട് ബിയുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മൈനസ് 3/2 ഇൻറ്റു 10 ആൽഫ, 3/2 ഇൻറ്റു 10 ഇൻറ്റു 0.2. ഓക്കെ, സിയുടെ ഫൈനൽ കോൺസെൻട്രേഷൻ കിട്ടാനായിട്ട് സി ബൈ എ ഇൻറ്റു പി ആൽഫ, അതായത് 4/2 ഇൻറ്റു 10 ഇൻറ്റു 0.2. ഓക്കെ, ഡിയുടെ ഫൈനൽ കോൺസെൻട്രേഷൻ കിട്ടാനായിട്ട് ഡി ബൈ എ, അതായത് 1/2 ഇൻറ്റു 10 ഇൻറ്റു 0.2. ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം എന്നില്ല, കണക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് പെട്ടെന്ന് കിട്ടും. അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉള്ളൊരു ജനറൽ ട്രെൻഡാണിത്, ഒരു ജനറൽ ട്രിക്കാണിത്. അപ്പൊ ഈ ട്രിക്കിന്റെ നേരത്തെ ട്രിക്കിന്റെ വ്യത്യാസം എന്താ? നേരത്തെ ട്രിക്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ തന്നിട്ടില്ല. അവിടെ ഒരു എക്സ്ട്രാ ഡേറ്റ തന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഡേറ്റ ആയിരിക്കും, എ ഇസ് ഈക്വലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് എ. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതണം, പി മൈനസ് എ എക്സ്, ക്യൂ മൈനസ് ബി എക്സ്, സി എക്സ്, ഡി എക്സ്. ഇവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വൺ ഓഫ് ദ കോമ്പണൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഫോമാറ്റ് വരാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേടാ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേടാ മക്കളെ. ഇതിന്റെ വ്യത്യാസം കണ്ടോ? നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എല്ലാവരും നോക്കുക. പ്രീവിയസ് ഇയർ ബേസ് ക്വസ്റ്റ്യൻ ആണ്. എ സാമ്പിൾ ഓഫ് HI is placed in a flask at a pressure of 0.2 atm. At equilibrium, pressure of HI is 0.04. Find Kp. Kp ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആദ്യത്തെ ട്രിക്ക് യൂസ് ചെയ്യണം. 2HI giving you H2 plus I2. 2HI giving you H2 plus I2. ഇനീഷ്യൽ പ്രഷർ എത്ര തന്നിരിക്കുന്നത്? ഇനീഷ്യൽ പ്രഷർ ഓഫ് HI 0.2 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഫൈനൽ പ്രഷർ എന്തായിരിക്കും? 0.2 മൈനസ് 2x. ഓർമ്മയില്ല ആദ്യത്തെ ട്രിക്ക്, പി മൈനസ് AX. ഇപ്പുറത്ത് എന്തായിരിക്കും വരിക മക്കളെ? എക്സ് വരും. ഇപ്പുറത്തോ എക്സ് വരും. കാര്യം എന്താ? ഇവരുടെ സ്റ്റോക്കിയോമെട്രിക് ക്വോഷ്യന്റ് 1 ഉം 1 ഉം ആണ്. അല്ല, അപ്പൊ ആദ്യത്തെ ട്രിക്കാണ് യൂസ് ചെയ്യേണ്ടത്. ഇവരുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വേണ്ട. ഏതാണ് നമ്മുടെ ആദ്യത്തെ ട്രിക്ക്? പി മൈനസ് AX, ക്യൂ മൈനസ് BX, CX, DX. ഇവിടെ ക്യൂ ഇല്ല, ഇവിടെ 2 റിയാക്ടന്റ് ഇല്ല, ഒറ്റ റിയാക്ടന്റേ ഉള്ളൂ. അപ്പൊ അതിനെ കുറിച്ച് വറി ചെയ്യേണ്ട. അപ്പൊ 0.2 മൈനസ് സ്റ്റോക്കിയോമെട്രിക് ക്വോഷ്യന്റ് ഓഫ് HI ഇൻറ്റു എക്സ്. ഇവിടെ സ്റ്റോക്കിയോമെട്രിക് ക്വോഷ്യന്റ് ഓഫ് H2 ഇൻറ്റു എക്സ്. ഇവിടെ സ്റ്റോക്കിയോമെട്രിക് ക്വോഷ്യന്റ് ഓഫ് I2 ഇൻറ്റു എക്സ്. ഇനി ഇവര് തന്നിരിക്കുന്നത് എന്താണ്? ഇവര് തന്നിട്ടുണ്ട് ഫൈനൽ പ്രഷർ ഓഫ് HI, ഇക്വിലിബ്രിയം പ്രഷർ ഓഫ് HI 0.04 എന്ന് തന്നിട്ടുണ്ട്. അതായത് 0.2 മൈനസ് 2x ഇസ് ഈക്വൽ ടു 0.4. ദാറ്റ് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു എത്ര വന്നു മക്കളെ? 0.08 വന്നു. അപ്പൊ H2ന്റെ ഫൈനൽ പ്രഷർ 0.08, I2ന്റെ ഫൈനൽ പ്രഷർ 0.08. ഇത് ഓൾറെഡി 0.4 ആണെന്ന് തന്നിട്ടുണ്ട്. Now what you do? Now apply that in Kp equation. Kp is equal to pressure of H2 എത്ര? 0.08 into pressure of I2 എത്ര? 0.08 divided by pressure of HI the whole square. Pressure of HI എന്ന് പറയുമ്പോൾ 0.4 the whole square. That is equal to
0.04 ആണ് കേട്ടോ. സോറി, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. 0.04 ആണ് ഇവിടെ വരിക. ഓക്കെ, 0.04 ആണ്. അപ്പോൾ ഇവിടെ 0.04 the whole square, that is equal to 4 എന്ന് വരും. Kp value will be equal to 4. മനസ്സിലായോ മക്കളെ? Got it? Is it clear? Okay ആണോ? നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. For the reaction A plus 2B giving you 2C, 1 mole of A and 1.5 mole of B are taken in a 2-liter vessel. At equilibrium, concentration of C were found to be 0.35 moles per liter. The equilibrium constant Kc of the reaction would be. Again, degree of dissociation തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഏത് ട്രിക്ക് യൂസ് ചെയ്യും സാറേ? നമ്മൾ ആദ്യത്തെ ട്രിക്ക് യൂസ് ചെയ്യണം. സോ A plus 2B, എല്ലാവരും നോക്കുക മക്കളെ. A plus 2B giving you 2C. Initial moles of A എത്രയാണ് 1, initial moles of B എത്രയാണ് 1.5. അപ്പോൾ ഫൈനൽ എത്രയാവും 1 മൈനസ് എക്സ്. ഇവിടെ 1.5 മൈനസ് 2x വരും. ഇവിടെ എത്രയായിരിക്കും 2x വരും. ഇതാണ് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് കേട്ടോ. ഇത് നമ്പർ ഓഫ് മോൾസ് ആണ് തന്നിരിക്കുന്നത്. അവർ തന്നിരിക്കുന്ന ഡേറ്റ എന്താണ്? അറ്റ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് സി വർ ഫൗണ്ട് ടു ബി 0.35. കോൺസെൻട്രേഷൻ ഓഫ് സി വാസ് ഫൗണ്ട് ടു ബി 0.35. മോൾസ് ഓഫ് സി അല്ല, കോൺസെൻട്രേഷൻ ഓഫ് സി. കോൺസെൻട്രേഷൻ ഓഫ് സി വാസ് ഫൗണ്ട് ടു ബി 0.35 എന്ന് പറയുമ്പോൾ ഈ തന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് മോൾസിന്റെ കണക്കാണ് അല്ലെ? മോൾസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. കോൺസെൻട്രേഷൻ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? കോൺസെൻട്രേഷൻ ഓഫ് സി എന്ന് പറയുമ്പോൾ എന്താണ്? ഗിവൺ നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം, മൊളാരിറ്റി. അപ്പോൾ മോൾസ് എത്രയാണ്? 2x ബൈ വോളിയം. വോളിയം എത്രയാണ് തന്നിരിക്കുന്നത്? 2 ലിറ്റർ കണ്ടെയ്നർ. ഇറ്റ്സ് 2 ലിറ്റർ കണ്ടെയ്നർ. 2 ലിറ്റർ കണ്ടെയ്നർ എന്ന് വന്നിട്ടുണ്ട്. സോ 2x by 2 ദാറ്റ് ഈസ് ഈക്വൽ ടു x. ഈ കോൺസെൻട്രേഷൻ ആണ് 0.35 എന്ന് വന്നിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് 0.35, എക്സിന്റെ വാല്യൂ 0.35 ആണ്. അപ്പൊ എയുടെ നമ്പർ ഓഫ് മോൾസ് എത്രയാ? എയുടെ നമ്പർ ഓഫ് മോൾസ് 1 മൈനസ് എക്സ്. 1 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 0.65 ആയി. ഇവിടെ ബിയുടെ എത്രയായി? 1.5 മൈനസ് 2x. 1.5 മൈനസ് 2x എന്ന് പറയുമ്പോൾ 1.5 മൈനസ് 2 ഇൻറ്റു 0.35, ദാറ്റ് ഈസ് 1.5 മൈനസ് 0.7, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8 ആണ്. ഇവിടെ സിയുടെ നമ്പർ ഓഫ് മോൾസ് 0.7. ഓക്കെ, ഇനി എന്താ നമുക്ക് വേണ്ടത്? കെ സി ആണ്. കെ സി എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് സി ദ ഹോൾ സ്ക്വയർ divided by concentration of A into concentration of B the whole square അല്ലേ മക്കളെ? കോൺസെൻട്രേഷൻ ആണ് എടുക്കേണ്ടത്. ഇക്വിലിബ്രിയത്തിന്റെ ഇക്വേഷനിൽ കോൺസെൻട്രേഷൻ ആണ് എടുക്കേണ്ടത്, നമ്പർ ഓഫ് മോൾസ് അല്ല. സോ ബേസിക്കലി ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് സി എത്രയാ ഓൾറെഡി തന്നിട്ടുണ്ട്? 0.35 എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പറയാം സോറി 0.7 എന്നാ? 0.7 എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ദാറ്റ് ഡിവൈഡഡ് ബൈ 2 വോളിയം, അതാണ് 0.35. അത് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ 0.35 the whole square ഡിവൈഡഡ് ബൈ എയുടെ കോൺസെൻട്രേഷൻ എത്രയാ? ഇത് എയുടെ നമ്പർ ഓഫ് മോൾസ് ആണ്. 0.65 എന്നുള്ളത് എയുടെ നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ 0.65 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം കേട്ടോ. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ബിയുടെ കോൺസെൻട്രേഷൻ എത്രയാ? ഇത് ബിയുടെ നമ്പർ ഓഫ് മോൾസ് ആണ് കൂട്ടന്മാരെ. സോ ബിയുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ 0.8 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.35 the whole square divided by 0.65 by 2 എന്ന് പറയുമ്പോൾ 0.325 വരില്ലേ? ഇൻറ്റു 0.4 the whole square വരും, which is approximately equal to 2.355 വരും ആൻസർ ആയിട്ട്. ഓക്കെ മക്കളെ, ചെക്ക് ചെയ്യേണ്ടി വരും. സ്റ്റഡി നെവർ ഫർഗെറ്റ്. ഓക്കെ, ചെക്ക് ചെയ്യേണ്ടി വരും ഇവിടെ കൂട്ടാ. എനിക്ക് ഡേറ്റ ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ JEE ബിറ്റ്സാറ്റൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നെ. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം കൂട്ടാ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം മക്കളെ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഓവർ തിങ്കിങ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഓവർ തിങ്ക് ചെയ്യരുത്. എത്ര കിട്ടിയാൽ എത്ര പെർസെൻറ്റേജ് കിട്ടിയാൽ എത്രയും കിട്ടും. നമുക്ക് കയ്യിലിരിക്കുന്ന, നമ്മുടെ കൺട്രോളിലിരിക്കുന്ന നമ്മുടെ പ്രിപ്പറേഷനാണ്. ഓക്കെ, ഈ എന്താ പറയുക, വായുവിൽ കണക്ക് കൂട്ടുക എന്ന് പറയില്ലേ? ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. നമ്മൾ വായുവിൽ ഓരോന്ന് കണക്ക് കൂട്ടി വയ്ക്കുക, ഇങ്ങനെ പെർസെൻറ്റേജ്, അതൊന്നും നടക്കില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ പ്രിപ്പറേഷനാണ്. നമ്മുടെ പ്രിപ്പറേഷൻ നന്നായിട്ട് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ചോദ്യമില്ല, നിങ്ങൾക്ക് വേണ്ട ബ്രാഞ്ചും വേണ്ട മാർക്കും എല്ലാം വേണ്ട കോളേജും കിട്ടും. അപ്പോൾ നിങ്ങൾ അതിന് ശ്രമിക്കുക. മാക്സിമം കിട്ടാൻ ശ്രമിക്കുക. വെൻ യു എയിം ടിൽ ദ സ്റ്റാർസ്. ലക്ഷ്യമിടുമ്പോൾ ഏറ്റവും ഉയരത്തിലേക്ക് ലക്ഷ്യമിടുക മക്കളെ. ഓക്കെ, മാക്സിമം ശ്രമിക്കുക. തിരിഞ്ഞു നോക്കുമ്പോൾ 10 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ റിഗ്രറ്റ് വരാൻ പാടില്ല. അയ്യോ ഞാൻ ശ്രമിച്ചില്ല. മാക്സിമം ശ്രമിക്കുക. എനിക്കറിയാം സമയം ഇപ്പോൾ കുറവാണ്, എന്നാലും മാക്സിമം ശ്രമിക്കുക. ഈ ഒരു സമയം കൊണ്ട് എന്തോരം ഡിഫറൻസ് വന്ന എന്തോരം സ്റ്റുഡൻസ് ഉണ്ടെന്ന് അറിയും. ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഇൻ പെർസെൻറ്റേജ് വന്ന്. ഓക്കെ, ഫൈൻ. അയ്യോ, ഇത് മലയാളം പ്ലാറ്റ്ഫോമാണ് കൂട്ടാ. ഓക്കെ, ദിസ് ഈസ് എ മലയാളം പ്ലാറ്റ്ഫോം. സോ ഓൾ ദ സ്റ്റുഡൻസ്, മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ആർ Keralites.
so I can't speak in English. It's a Malayalam channel. Okay, I hope you understand. Next നമുക്ക് some solid is placed in a flask containing 0.5 atm of NH3. What would be the pressure of NH3 when equilibrium is reached? മക്കളെ ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. some solid അല്ല കേട്ടോ, some solid NH4HS. അതായത് ഒരു കണ്ടെയ്നർ ഉണ്ട്, അതിൽ അമോണിയ ഓൾറെഡി പ്രസന്റ് ഉണ്ട്. ഓക്കെ, 0.5 atm അമോണിയ ഓൾറെഡി പ്രസന്റ് ഉണ്ട്. അതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, അമോണിയം ഹൈഡ്രജൻ സൾഫൈഡിനെ ഇറക്കി വിടുന്നു. ഓക്കെ, ഈ അമോണിയം ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ആണ്. എന്നിട്ട് ഇവന്മാരെല്ലാം ഇക്വിലിബ്രിയത്തിലേക്ക് എത്തി. KP തന്നിട്ടുണ്ട്. അവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് വുഡ് ബി ദ പ്രഷർ ഓഫ് NH3. മക്കളെ എല്ലാവരും നോക്കുക, ഇവിടെ നിങ്ങൾ ഇനീഷ്യൽ കണ്ടീഷൻ എഴുതുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടെ നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻസ് ചെയ്തതിൽ ഇനീഷ്യൽ എമൗണ്ട് ഓഫ് ഇനീഷ്യൽ പ്രഷർ അല്ലെങ്കിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് 0 ആയിട്ട് എടുത്തിരുന്നത്. കാര്യം ഡേറ്റ് ഒന്നും തന്നിട്ടില്ല. ഇവിടെ ഇനീഷ്യൽ പ്രഷർ ഓഫ് NH3 0.5 എന്ന് തന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ചും കൂടി അമോണിയം ഹൈഡ്രജൻ സൾഫൈഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, ഈ അമോണിയം ഹൈഡ്രജൻ സൾഫൈഡ് വീണ്ടും ഇക്വിലിബ്രിയത്തിന് അതിന് മുമ്പിലേക്ക് പോകും. ദ റിയാക്ഷൻ വിൽ മൂവ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. കാര്യം എന്താണ്, ഇനീഷ്യലി നമുക്ക് H2S ഒന്നും പ്രസന്റ് അല്ല. ഇനീഷ്യലി ഇവിടെ H2S ഇല്ല. അപ്പൊ ബാക്ക്വേർഡ് പോകാൻ എന്തായാലും പറ്റില്ല, അതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ട. ഞാൻ അമോണിയം ഹൈഡ്രജൻ സൾഫൈഡ് ആഡ് ചെയ്യുമ്പോൾ റിയാക്ഷൻ ഫോർവേഡിലേക്ക് പോകും. അതായത് കുറച്ചും കൂടി NH3 ഫോം ആവും. ഈ 0.5ന്റെ ഒപ്പം കുറച്ചും കൂടി ലെറ്റസ് സേ ഒരു X amount ഓഫ് NH3 അല്ലെങ്കിൽ X പ്രഷർ ഓഫ് NH3 കൂടി ആഡ് ചെയ്യും. അപ്പൊ H2Sന്റെ എമൗണ്ട് 0യിൽ നിന്ന് Xലേക്ക് വരും. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ അതെങ്ങനെയാ വന്നത്? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ A amount ഓഫ് അമോണിയം ഹൈഡ്രജൻ സൾഫൈഡ് എടുത്തു, അതിൽ നിന്നൊരു X amount പോവുകയാണെങ്കിൽ X amount ഓഫ് NH3യും X amount ഓഫ് H2S അല്ല ഫോം ചെയ്യാം അല്ല. കാര്യം ഇവിടെ സ്റ്റോക്കിയോമെട്രിക് ക്വോഷ്യന്റ് 1:1:1 ആണ്. അപ്പൊ X amount ഓഫ് NH3, X amount ഓഫ് H2S. അപ്പൊ പ്രഷർ ഓഫ് NH3 increased by an amount of X. That means pressure of H2S also increases by amount of X. 0 ആണ് ഇനീഷ്യൽ എമൗണ്ട് ഓഫ് H2S ഉണ്ടായിരുന്നില്ല. അപ്പൊ ഫൈനൽ എമൗണ്ട് വിൽ ബി X. ഇനി നമുക്ക് തന്നിട്ടുണ്ട് KPയുടെ വാല്യൂ ഇസ് 0.11. KP is nothing but partial pressure of NH3 into partial pressure of H2S. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ എന്തുകൊണ്ടാണ് അമോണിയം ഹൈഡ്രജൻ സൾഫൈഡിനെ കളിക്ക് കൂട്ടാത്തത്, എന്തുകൊണ്ടാണ് അമോണിയം ഹൈഡ്രജൻ സൾഫൈഡ് എടുക്കാത്തത്? കാര്യം ദാറ്റ് ഇസ് എ സോളിഡ്, അവനെ എടുക്കേണ്ട ആവശ്യമില്ല. ഇവന്മാർ രണ്ടുപേരുമല്ല ഗ്യാസസ്. അപ്പൊ KPയുടെ വാല്യൂ എത്ര? 0.11. NH3യുടെ വാല്യൂ എത്രയാണ് മക്കളെ? NH3യുടെ വാല്യൂ വരാൻ പോകുന്നത് 0.5 ആണ്. 0.5 അല്ല, 0.5 പ്ലസ് X ആണ്. 0.5 പ്ലസ് X ആണ് വരിക. H2Sന്റെ വാല്യൂ X ആണ് വരിക. അപ്പൊ ഇതിൽ Xന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. യു വിൽ ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ടിപ്പിക്കൽ JEE ക്വസ്റ്റ്യൻ, യു വിൽ ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പൊ Xന്റെ വാല്യൂ എത്രയാണ്? -B, that is 0.5 plus or minus root of B square, that is 0.25 minus 4AC. minus 4AC എന്ന് പറയുമ്പോൾ plus 0.44 എന്ന് വരും അല്ലേ, divided by 2A. So that is equal to minus 0.5 plus or minus root of 0.69 divided by 2. root of 0.69 എന്ന് പറയുമ്പോൾ 0.8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.64 ആണ്. അപ്പോൾ 0.8ന്റെ അടുത്ത് വരും. ഓക്കെ, ദിസ് വിൽ ബി, ഞാനിപ്പോൾ അപ്രോക്സിമേറ്റ്ലി 0.8 എന്ന് എടുക്കുകയാണ്. അപ്പോൾ minus 0.5 plus or minus 0.8 divided by 2. Obviously minus 0.8 ഇവിടെ എടുക്കാൻ പറ്റില്ല, കാര്യം Xന്റെ വാല്യൂ നെഗറ്റീവ് ആയിട്ട് വരും. Xന്റെ വാല്യൂ cannot be negative. ഓക്കെ, അപ്പോൾ minus 0.5 plus 0.8 by 2 എന്ന് എടുക്കണം. That is equal to minus 0.5 plus 0.8 divided by 2. That is equal to 0.3 by 2, that is 0.15 വരും. Xന്റെ വാല്യൂ 0.15 വന്നു. Xന്റെ വാല്യൂ 0.15 വന്നു കഴിഞ്ഞാൽ NH3യുടെ പ്രഷർ എത്രയും മക്കളെ? NH3യുടെ പ്രഷർ 0.5 plus 0.15, that is equal to 0.65 അല്ല ഡൗട്ടന്മാരെ? 0.65 അല്ല മക്കളെ? ഓക്കെ, ഗോട്ട് ഇറ്റ്? നോ ഇഷ്യൂസ് കുട്ടാ, നോ ഇഷ്യൂസ് ഡിയർ സ്റ്റഡി BHT. ഓക്കെ, God bless you, prepare very well. Let all your dreams get fulfilled. Okay. Next. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ മക്കളെ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് അടിച്ചേടാ കുട്ടന്മാരെ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് അടിച്ചേടാ മക്കളെ.
Next, at a certain temperature, only 50% HI is dissociated into H2 and I2 at equilibrium. The equilibrium constant is. ഇവിടെ നിങ്ങൾ നോക്കിക്കേ മക്കളെ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് യൂസ് ചെയ്യണം. അപ്പോൾ എല്ലാവരും നോക്കുക, നമുക്ക് നമ്മുടെ ഇക്വേഷൻ നോക്കാം. 2HI in equilibrium with H2 plus I2. Okay. Only 50% is dissociated. So let us say initial amount of HICr. Let's say it's C. Now 50% dissociated C minus C alpha. Here C minus C alpha varum. Here C alpha by 2 varum. Here C alpha by 2 varum. കാര്യം എന്താണ് ഓർമ്മയുണ്ടോ? ആൽഫ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രോഡക്റ്റിന്റെ സ്റ്റോക്കിയോമെട്രിക് കോഷ്യന്റ് ഡിവൈഡഡ് ബൈ, അതായത് ഇപ്പോൾ ദിസ് ഇസ് ലെറ്റ്സ് സേ സി, അതായത് ലെറ്റ്സ് സേ the product H2. അപ്പോൾ H2 ന്റെ സ്റ്റോക്കിയോമെട്രിക് കോഷ്യന്റ് ഡിവൈഡഡ് ബൈ HI ന്റെ സ്റ്റോക്കിയോമെട്രിക് കോഷ്യന്റ് ഇൻറ്റു C ആൽഫ. സോ 1/2 ഇൻറ്റു C ആൽഫ. ഇവിടെ 1/2 ഇൻറ്റു C ആൽഫ. ഓക്കെ, നമ്മുടെ നേരത്തെ ട്രിക്ക് ഓർമ്മയുണ്ടോ? പ്രോഡക്റ്റിന്റെ സ്റ്റോക്കിയോമെട്രിക് കോഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ റിയാക്ടന്റിന്റെ ആരുടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണോ തന്നത് അയാളുടെ സ്റ്റോക്കിയോമെട്രിക് കോഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു P ആൽഫ. അല്ലേ? അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്തത്. ഓക്കെ, നൗ Kcയുടെ വാല്യൂ എത്രയായിരിക്കും? അപ്പോൾ Kc is nothing but concentration of H2 into concentration of I2, that is C alpha by 2 into C alpha by 2 divided by concentration of HI the whole square, that is C minus C alpha the whole square, that is equal to C square പുറത്തേക്ക് എടുക്കുമ്പോൾ alpha square by 4 into 1 minus alpha the whole square വരും. അല്ലേ? ഇനി എന്താണ് ചെയ്യേണ്ടത്? ആൽഫയുടെ വാല്യൂ ഇടുക. ആൽഫയുടെ വാല്യൂ എത്ര? 50% എന്ന് പറയുമ്പോൾ 1/2. സോ 1/2 the whole square divided by 4 into 1 minus 1/2 the whole square. അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4, ദാറ്റ് ഈസ് 0.25 എന്ന് വരും. Kcയുടെ വാല്യൂ 0.25 എന്ന് വരും. മനസ്സിലായ കൂട്ടന്മാരെ? ഇസ് എ ക്ലിയർ? ഫൈൻ. നമ്മൾ രണ്ടാമത്തെ ട്രിക്ക് അവിടെ യൂസ് ചെയ്യുന്നത്, കാരണം ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഉണ്ട്. ഇതിപ്പോൾ മനസ്സിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മനസ്സിലും ചെയ്യാം. ഞാൻ ഈ ചെയ്ത മെത്തേഡിൽ കൂടെ തന്നെ ചെയ്യണമെന്നില്ല. ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, കാര്യം ഇതൊന്നും അറിയാത്ത മക്കളുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ തന്നെ സോൾവ് ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ ആണോ കൂട്ടാ? ഫൈൻ, കൂൾ. നെക്സ്റ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. എന്തൊക്കെയാണ് മക്കളെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ രണ്ട് റിയാക്ഷൻ എടുത്തു. A ഗിവിംഗ് യു B, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1 ആണ്. B ഗിവിംഗ് യു C, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K2 ആണ്. ഓക്കെ, ഈ രണ്ട് റിയാക്ഷനും ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഈ രണ്ട് റിയാക്ഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും, A ഗിവിംഗ് യു C. ഈ രണ്ട് റിയാക്ഷൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ടന്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിൽ ബി പ്രോഡക്റ്റ് ഓഫ് ദ ഗിവൺ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദ നെറ്റ് റിയാക്ഷൻ ഇസ് പ്രോഡക്റ്റ് ഓഫ് K1 into K2. പ്രോഡക്റ്റ് ഓഫ് K1 and K2. അതേപോലെ തന്നെ A ഗിവിംഗ് യു B, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1 ആണെങ്കിൽ ഞാൻ അതേ റിയാക്ഷൻ തിരിച്ചിടുകയാണെങ്കിൽ, അതേ റിയാക്ഷൻ ദോഷം അലർത്തി അടിക്കണ പോലെ തിരിച്ചിടുകയാണെങ്കിൽ എന്ത് പറ്റും? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിൽ ബി ദ റെസിപ്രോക്കൽ. ഇനിയിപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് A ഗിവിംഗ് യു B K1 ആണെന്ന് വന്നിട്ടുണ്ട്. ഇഫ് യു മൾട്ടിപ്ലൈയിങ് ദ റിയാക്ഷൻ വിത്ത് എനി നമ്പർ, ഏതൊരു നമ്പർ വെച്ച് വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്തോളൂ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിൽ ബി റേസ്ഡ് ടു ദാറ്റ് നമ്പർ. ഫോർ എക്സാമ്പിൾ, ഇനീഷ്യൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 10 ആണെങ്കിൽ ഞാൻ ഈ റിയാക്ഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് ചോദിക്കാം. ഞാൻ ഈ റിയാക്ഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇൽ ബിക്കം 2 square, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ആയിരിക്കും ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഓക്കെ, ഇതൊക്കെ ഈസിയാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Two gaseous equilibrium SO2 plus half O2 giving you SO3 and 2 SO3 giving you a 2 SO2 plus O2 have equilibrium constant K1 and K2. Which of the following relationship between K1 and K2 is correct? അപ്പോൾ ഇതിൽ നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഫസ്റ്റ് റിയാക്ഷനിൽ നിന്ന് സെക്കൻഡ് റിയാക്ഷനിലേക്ക് എങ്ങനെ എത്തുക നോക്കിയാൽ മതി. നമ്മുടെ ഇതാണ് ഗിവൺ റിയാക്ഷൻ. ഈ ഗിവൺ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എത്രയാ? K1 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് K2യുടെ ഇക്വേഷനിൽ SO3 ലെഫ്റ്റ് സൈഡിൽ വരണം. അപ്പം ഞാൻ ഇതിനെ ഉൾട്ടടിച്ചു, ഇതിനെ മലർത്തി അടിച്ചപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റി, SO2 plus half O2. അപ്പോൾ എന്ത് പറ്റും? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റെസിപ്രോക്കലാണ്. ഇനി നമുക്ക് ഇവിടെ 2 SO3 തന്നിട്ടുണ്ട്, 2 SO2 വന്നിട്ടുണ്ട്, 1 O2 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 SO3 ഗിവിംഗ് യു 2 SO2 പ്ലസ് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ O2 കിട്ടും അല്ലേ?
So that becomes, നമ്മൾ multiply ചെയ്യുമ്പോൾ, if you are multiplying by a number, equilibrium constant raised to that number ആവും. So ഇവിടെ 1 by k1 raised to 2 ആവും. ഈ 1 by k1 raised to 2 ആണ് എന്തായിട്ട് തന്നിരിക്കുന്നത്, k2 ആയിട്ട് തന്നിരിക്കുന്നത്. So k2 is equal to 1 by k1 square. k2 is equal to 1 by k1 square വരും. k2 is equal to 1 by k1 square. C ആയിരിക്കും ഉത്തരം വരിക. C ആയിരിക്കും ഉത്തരം വരിക. ഓക്കെ, ഇതൊക്കെ ഞാൻ ചെയ്യുന്നതിലും പെട്ടെന്ന് നിങ്ങൾ ചെയ്യണം. ഞാനിവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി കാണിച്ചു എന്നുള്ളൂ. ഓക്കെയാണോ? നെക്സ്റ്റ്, ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വെച്ചിട്ട് എന്താ ഉപയോഗം? ഇത് പല പ്രാവശ്യം ജയിലിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉപയോഗം എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ യൂസസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള യൂസ് എന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇഫ് ദ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 10⁻³ റിയാക്ഷൻ ഇസ് പ്രോഡക്റ്റ് ഫേവറബിൾ. അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വളരെ വലുതാണെങ്കിൽ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ഇക്വേഷനിൽ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ന്യൂമറേറ്ററിലും റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ഡിനോമിനേറ്ററിലുമാണ്. അപ്പോൾ ഈ വാല്യൂ വളരെ വലുതാണെങ്കിൽ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഇസ് വെരി ഹൈ വെൻ കമ്പയർഡ് ടു റിയാക്ടന്റ് കോൺസെൻട്രേഷൻ. അതായത് റിയാക്ഷൻ പ്രോഡക്റ്റ് സൈഡിലേക്ക് കുറെ നീങ്ങിയിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. റിയാക്ഷൻ പ്രോഡക്റ്റ് സൈഡിലേക്ക് കുറെ നീങ്ങിയിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ദാറ്റ് മീൻസ് റിയാക്ഷൻ ഇസ് പ്രോഡക്റ്റ് ഫേവറബിൾ. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 10⁻³ കുറവാണെങ്കിൽ, 10⁻³ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ നമ്പർ, അതിനേലും കുറവാണെങ്കിൽ റിയാക്ഷൻ ഇസ് റിയാക്ടന്റ് ഫേവറബിൾ. അതായത് റിയാക്ഷൻ അധികം നീങ്ങിയിട്ടില്ല. ഇവരുടെ രണ്ടുപേരുടെ ഇടയിലാണെങ്കിൽ ബോത്ത് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ പ്രസന്റ് ഇൻ കൺസിഡറബിൾ എമൗണ്ട്. ഇനി ഇതല്ലാതെ എല്ലാവരും നോക്കിക്കേ മക്കളെ, ഏതൊരു റിയാക്ഷൻ ഞാൻ എടുക്കുകയാണെങ്കിലും AA plus BB giving you CC plus DD giving you CC plus DD, ഏതൊരു റിയാക്ഷൻ സാർ എടുക്കുകയാണെങ്കിലും എല്ലാ റിയാക്ഷൻസിലും there is something called as the reaction quotient എന്ന് പറയുമ്പോൾ റിയാക്ഷൻ കോഷ്യന്റ് ഫോർമുല ഇതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സർ ഈ റിയാക്ഷൻ കോഷ്യന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റിയാക്ഷൻ കോഷ്യന്റും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിൽ ഒറ്റ വ്യത്യാസമുള്ളൂ. റിയാക്ഷൻ കോഷ്യന്റ് എപ്പോൾ വേണേലും മെഷർ ചെയ്യാം. ഇപ്പൊ ദിസ് ഫോർമുല ഇത് തന്നെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർമുല, പക്ഷെ ഒറ്റ വ്യത്യാസമുള്ളൂ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ സിയുടെയും ഡിയുടെയും എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ അറ്റ് ഇക്വിലിബ്രിയം ആണ് എടുക്കേണ്ടത്. ക്യൂ എന്ന് പറയുമ്പോൾ റിയാക്ഷൻ കോഷ്യന്റ് എനി ടൈം, ഏതൊരു ടൈമിലും സിയുടെ കോൺസെൻട്രേഷൻ, ഡിയുടെ കോൺസെൻട്രേഷൻ, എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ ഇട്ടിട്ട് ഈ ഫോർമുല ഇട്ടിട്ട് ആ വാല്യൂ കണ്ടെത്താൻ പറ്റും. അപ്പൊ ഒറ്റ കാര്യം ഓർത്താൽ മതി, if reaction quotient is equal to equilibrium constant, then reaction is at equilibrium. Reaction quotient equilibrium constant same ആണെങ്കിൽ it is at equilibrium. Reaction quotient is less than equilibrium constant എങ്കിൽ reaction is moving in forward direction. Q is less than equilibrium constant. Q less than equilibrium constant ആണെങ്കിൽ റിയാക്ഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഇക്വിലിബ്രിയം എത്തിയിട്ടില്ല. നേരെ മറിച്ച് Q greater than equilibrium constant ആണെങ്കിൽ റിയാക്ഷൻ moves in backward direction until equilibrium is achieved. For example, ഇപ്പൊ ഞാൻ ഇനീഷ്യലി let us say ടൈം ഈക്വൽ ടു 0 എയും ബിയും മാത്രം ഇട്ടു കണ്ടെയ്നറിൽ, എയും ബിയും മാത്രം ഇട്ടിട്ടുള്ളൂ, സിയും ഡിയും ഇല്ല, സിയും ഡിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എയും ബിയും മാത്രം ഇട്ടു. അപ്പൊ ക്യൂയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും, കാര്യം സിയും ഡിയും ഇല്ല, ന്യൂമിനേറ്റർ 0 ആണ്. അപ്പൊ ക്യൂ ഇസ് ലെസ് ദാൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. പതിയെ എന്ത് പറ്റും? ക്യൂ കയറി വരും. അതായത് റിയാക്ഷൻ പോകുന്നതോറും സിയുടെയും ഡിയുടെയും എമൗണ്ട് കൂടാൻ തുടങ്ങും, അങ്ങനെ ക്യൂയുടെ വാല്യൂ കൂടാൻ തുടങ്ങും. ക്യൂയുടെ വാല്യൂ കൂടി ഫൈനലി ക്യൂ ബിക്കംസ് ഈക്വൽ ടു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഓക്കെ മക്കളെ, ഇനിയിപ്പോ ഇനീഷ്യലി ലെറ്റസ് ഞാൻ കണ്ടെയ്നറിൽ സിയും ഡിയും ഇട്ടു എന്ന് വിചാരിക്കുക, സിയും ഡിയും ഇട്ടു, എയും ബിയുടെയും കോൺസെൻട്രേഷൻ 0. അപ്പൊ ക്യൂയുടെ വാല്യൂ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും, കാര്യം എന്താ? ഡിനോമിനേറ്റർ 0 ആണ്. സിയും ഡിയും വെച്ചല്ല തുടങ്ങിക്കണം. പതിയെ റിയാക്ഷൻ എന്ത് ചെയ്യും? ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് പോകാൻ തുടങ്ങും. അങ്ങനെ ബിയും എയുടെയും വാല്യൂ കൂടാൻ തുടങ്ങും, അപ്പൊ ഡിനോമിനേറ്റർ കൂടും. അപ്പൊ ക്യൂയുടെ വാല്യൂ കുറഞ്ഞു വന്ന് ഫൈനലി ക്യൂ ബിക്കംസ് ഈക്വൽ ടു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വെച്ചിട്ട് രണ്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഒന്ന്, ഇറ്റ് ക്യാൻ പ്രെഡിക്ട് ദ എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ, ഒരു റിയാക്ഷൻ എത്ര കഴിഞ്ഞു, അതാണ് ഈ ക്യൂയുടെ ഉപയോഗം. ഇപ്പൊ ക്യൂയുടെ വാല്യൂ ലെസ് ദാൻ കെ ആണെങ്കിൽ നമുക്കറിയാം റിയാക്ഷൻ കഴിഞ്ഞിട്ടുള്ള, റിയാക്ഷൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് ഫോർവേഡ് ഡയറക്ഷനിലേക്ക്. വേറൊന്ന്, റിയാക്ഷൻ പ്രോഡക്റ്റ് ഫേവറബിൾ ആണോ റിയാക്ടന്റ് ഫേവറബിൾ ആണോ എന്നൊക്കെ അറിയാം. നേരെ തിരിഞ്ഞുപോയി. എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ ബേസിക്കലി ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുക. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വളരെ വലുതാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? റിയാക്ഷൻ പ്രോഡക്റ്റ് സൈഡിലേക്കാണ് കൂടുതൽ പോകുന്നത്, പ്രോഡക്റ്റ് സൈഡിലാണ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഫേവറബിൾ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ, മനസ്സിലാവും. ക്യൂയുടെ വാല്യൂ എന്താണോ അതനുസരിച്ചായിരിക്കും ഡയറക്ഷൻ. ക്യൂയുടെ വാല്യൂ ലെസ് ദാൻ കെ ആണെങ്കിൽ ഫോർവേഡ് ഡയറക്ഷൻ, ഗ്രേറ്റർ ദാൻ കെ ആണെങ്കിൽ ബാക്ക്വേർഡ്, ഈക്വൽ ടു കെ ആണെങ്കിൽ ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പൊ എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷനും ഡയറക്ഷൻ ഓഫ് റിയാക്ഷനും കണ്ടുപിടിക്കാൻ പറ്റും. എക്സ്റ്റെന്റ് എന്ന് പറയുമ്പോൾ is it reaction favorable, reactant favorable, is it product favorable, അതാണ് എക്സ്റ്റെന്റ്. ഓക്കെ മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. Assuming that the system is at equilibrium, which of the following reactions
goes most nearly to 100% completion. 100% completion like most ഏറ്റവും പ്രോബബിൾ ചാൻസ് ആർക്കാണ്? അപ്പോൾ 100% കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ഫേവറബിൾ ആണ്. പ്രോഡക്റ്റ് ഫേവറബിൾ എന്ന് പറയുമ്പോൾ കെ സി വാല്യൂ നല്ല ഹൈ ആയിരിക്കണം. അപ്പോൾ കെ സി വാല്യൂ ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈ ആർക്കാന്ന് നോക്കുക. ഓബിയസ്ലി സി അല്ലേ വരിക, സി അല്ലേ വരിക, കാരണം കെ സി വാല്യൂ നല്ല കൂടുതലാണ് ഇവിടെ. 1 × 10⁻16 ആണ് വരിക. ഓക്കെ ആണോ മക്കളെ? ഫൈൻ, ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്, the value of Kc for the reaction 2A giving you B plus C is 2 × 10⁻³ ആണ് കേട്ടോ ഇവിടെ. 2 × 10⁻³. At a given time, the composition of reaction mixture is A, concentration of A equal to concentration of B is equal to concentration of C is equal to 3 × 10⁻⁴. In which direction will the reaction proceed? നമുക്ക് ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യണം. റിയാക്ഷൻ്റെ ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യൂയുടെ വാല്യൂ വേണം. അപ്പോൾ ക്യൂയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ക്യൂയുടെ വാല്യൂ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ബി അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ദ ഹോൾ സ്ക്വയർ. കോൺസെൻട്രേഷൻ ഓഫ് ബി അറ്റ് ദ ഇൻസ്റ്റന്റ് എത്രയാണ്? 3 × 10⁻⁴. കോൺസെൻട്രേഷൻ ഓഫ് സി അറ്റ് ദ ഇൻസ്റ്റന്റ് എത്രയാണ്? 3 × 10⁻⁴. ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 × 10⁻⁴ the whole square. So basically this will come out to be 1 and 1 is greater than 2 × 10⁻�3. 2 × 10⁻³ എന്താ? Kc value. So that means Q is greater than Kc. Q is greater than Kc എന്ന് പറയുമ്പോൾ backward direction ആണ് പോവുക. It moves in backward direction. മനസ്സിലായ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? Is that clear? Got it? നെക്സ്റ്റ് നമുക്ക് തെർമോഡൈനാമിക്സും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള കണക്ഷൻ നോക്കാം. എല്ലാവർക്കും അറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഡെൽറ്റ ജി നോട്ട് ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് का കണക്ഷൻ. എല്ലാവരും നോക്കുക. സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ഇസ് ഗിവൺ ബൈ -RT ln of equilibrium constant. Delta G naught can also be given as -2.303 RT log of equilibrium constant. കാര്യം ln can be written as 2.303 log. ഇവിടെ ഒരു കാര്യം പല സ്റ്റുഡൻസും നോട്ട് ചെയ്യാതെ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ തരികയാണ്. 2A ഗ്യാസ് പ്ലസ് B ഗ്യാസ് ഗിവിങ് യു C ഗ്യാസ്. ഓക്കെ, എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് വാട്ട് ഇസ് ദ കണക്ഷൻ? ഡെൽറ്റ G naught is equal to -RT ln of. ഈ ln of what? Is it ln of equilibrium constant? Is it ln of Kc or Kp? ln of Kc ആണ് എടുക്കേണ്ടത്, ln of Kp ആണ് എടുക്കേണ്ടത്. കാര്യം ഇവിടെ KEQ എന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്. മക്കളെ, ഗേഷ്യസ് റിയാക്ഷൻ്റെ കേസിൽ KP ആണ് എടുക്കേണ്ടത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഓക്കെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫോർ ഗേഷ്യസ് റിയാക്ഷൻസ് ടേക്ക് KP ആണ് ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി എല്ലാവരും നോക്കുക, ഇവിടെ ഡെൽറ്റ ജി നോട്ട് ലെസ് ദാൻ 0 ആണെന്ന് വിചാരിക്കുക. ഡെൽറ്റ ജി നോട്ട് ലെസ് ദാൻ 0 ആണെങ്കിൽ, ഈ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ln of k പോസിറ്റീവ് ആവണ്ടേ? കാര്യം ln of k പോസിറ്റീവ് ആയാലല്ലോ ഇത് മൊത്തം നെഗറ്റീവ് ആവുള്ളൂ. ln of k എപ്പോഴാണ് പോസിറ്റീവ് ആവുക? when is logarithm of a number positive? when the number is greater than 1. അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ln of x is greater than 0 if x is greater than 1. And ln of x is less than 0 if x is less than 1. So basically delta G naught less than 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ln of k is positive. ln of k positive ആണെങ്കിൽ k should be greater than 1. So delta G naught നെഗറ്റീവ് ആയിട്ടുള്ള റിയാക്ടൻസിലൊക്കെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് is greater than 1. അതേപോലെ തന്നെ ഡെൽറ്റ ജി നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഡെൽറ്റ ജി നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് നെഗറ്റീവ് ആവണം. കാര്യം ഇവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഇത് നെഗറ്റീവ് ആയേ പറ്റും. ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഷുഡ് ബി ലെസ് ദാൻ 1. അതേപോലെ തന്നെ ഡെൽറ്റ ജി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, ഇത് 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കെയുടെ ln of k 0 ആവണം. ln of k 0 ആവുന്ന എപ്പോഴാണ്? k is equal to 1. ഓക്കെ മക്കളെ, ഫൈൻ. ഓക്കെ ആണോ മക്കളെ? ഇസ് ദാറ്റ് ക്ലിയർ? നമുക്ക് നേരെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2A giving you A2 at 400 Kelvin. Delta G naught is 25.2 kilojoules per mole. The equilibrium constant Kc for this reaction. Equilibrium constant Kc ആണ് കണ്ടുപിടിക്കേണ്ടത്. Equilibrium constant Kc ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം Kc is equal to Kp into RT raised to minus delta Ng. ഓർമ്മയുണ്ടല്ലോ? Kc ആണെങ്കിൽ Kp RT raised to minus delta Ng. Kp ആണെങ്കിൽ Kc RT raised to delta Ng. പക്ഷെ നമുക്ക് ഇവിടെ ഡെൽറ്റ ജി നോട്ടിന്റെ വാല്യൂ വന്നിട്ടുണ്ട്.
namakariyan delta G naught, this is a gaseous reaction. So delta G naught can be written as minus 2.303 R into T into log of Kp. Log of Kp. ഞാൻ പറഞ്ഞു gaseous reactionsൽ ഈ equation Kp യുടെ ആണ് എടുക്കേണ്ടത്, Kc അല്ല. അപ്പോൾ ഇവിടെ Kp എടുക്കണം. That means log of Kp എത്രയായി? അപ്പോൾ log of Kp എത്രയാണ്? Log of Kp is equal to delta G naught minus delta G naught divided by 2.303 into R into T. Delta G naught എത്രയാണ്? 25.2 kilojoules. അതായത് 25200 joules ആക്കുക. മൈനസ് ഉണ്ട് കേട്ടോ ഇവിടെ. 2.303 into R ന്റെ വാല്യൂ എത്രയാണ്? 8.3. ടെമ്പറേച്ചർ എത്രയാണ്? 400. ഓക്കെ, ടെമ്പറേച്ചർ 400. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ this will be minus 3.3 I guess. Yes, minus 3.3 ആണ് വരിക അല്ലേ? minus 3.3 വരിക. അപ്പോൾ log of Kp is minus 3.3. ആൻസർ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ Kp എത്രയായി? Kp is equal to 10 power minus 3.3. 10 power minus 3.3. ഇനി നമുക്ക് Kc ആണ് കണ്ടുപിടിക്കാനുള്ളത്, Kp അല്ല, Kc ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 10 power minus 3.3 എന്ന് വെച്ചാൽ I can write it as 10 power minus 3 multiplied by 10 power minus 0.3. ഇവർ വേറൊരു സംഭവം തന്നിട്ടുണ്ട്. log of 10 is equal to 0.3. log of 10 is equal to 0.3 എന്ന് വെച്ചാൽ 10 power 0.3 is equal to 2. അറിയാലോ, log of 2 is equal to 0.3. That means 10 power 0.3 is equal to 2. That means ഇവിടെ എനിക്ക് ഇങ്ങനെ എഴുതാം, 10 power minus 3 എന്ന് വെച്ചാൽ 1000 into 1 by 10 power 0.3. That is 10 power 0.3 എന്ന് വെച്ചാൽ 2. So this becomes 1 by 2000. Kp യുടെ value is 1 by 2000. Kp യുടെ value is 1 by 2000. അപ്പോൾ Kc യുടെ value എത്രയായി? Kc യുടെ value will be Kp, that is 1 by 2000 into R എത്രയാ? 8.3 into 400 the whole raised to minus delta Ng. Minus delta Ng എത്രയാ? ഡെൽറ്റ Ng എത്ര? ഇവിടെ ഡെൽറ്റ Ng വരുന്നത് ഒരു പ്രോഡക്റ്റിൽ ഒരു ഗ്യാസ്, റിയാക്ടന്റിൽ രണ്ട് ഗ്യാസസ്. 1 minus 2 that is equal to minus 1. So this becomes minus 1. Okay. Okay ആണോ? അല്ല, -1 ആണ് ഡെൽറ്റ Ng. അപ്പൊ മൈനസ് ഓഫ് വെറുതെ അല്ല, എനിക്കും തോന്നി. അപ്പൊ ഇവിടെ മൈനസ് ഓഫ് ഡെൽറ്റ Ng എന്ന് പറയുമ്പോൾ 1 വരും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 8.3 into 400 divided by 2000. ഓക്കെ, ഇത് എത്രയാണെന്ന് നോക്കുക. I think this will come out to be close to 1.66 അടുത്ത് വരും ആൻസർക്ക്. Okay, so DPPs ഇല്ലേ? DPPs for what കുട്ടാ? യൂട്യൂബിനാണ്? ഇല്ല മക്കളെ, ഇപ്പം നിങ്ങളുടെ DPPs എന്ന് വെച്ചാൽ ഇതേ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ വീട്ടിലിരുന്ന് ഒന്നുകൂടി ചെയ്യാം. ഓക്കെ, ഫൈൻ. ഓക്കെ ആണോ മക്കളെ? എക്സ്ട്രാ DPPസിൻ്റെ കാര്യം ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ബട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത്രയധികം ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്യിപ്പിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കുക. ഓക്കെ, സോ 1.66 ആണ് കിട്ടുക. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 166 into 10 power minus 2. കാര്യം 10 power minus 2യുടെ ടേംസിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 10 power minus 2യുടെ ടേംസിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ് നമുക്ക് കിടക്കാം ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം ടൈപ്സ് ഏതൊക്കെയാണ്? 2 ടൈപ്പ് ഉണ്ട് മക്കളെ. There are 2 types of equilibrium: homogeneous equilibrium and heterogeneous equilibrium. Homogeneous equilibrium and heterogeneous equilibrium. Homogeneous equilibrium എന്ന് പറഞ്ഞാൽ എന്താണ്? Reactants and products are in same phase. Reactants and products are in same phase. എല്ലാവരും സെയിം ഫേസ് ആണ്. ഇവിടെയോ different phases are present. Okay, fine.
For example, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് what kind of an equilibrium is this? H2 plus I2 gas giving you 2HI. What kind of an equilibrium is this? Gas, gas, gas. This is homogeneous equilibrium. This is homogeneous equilibrium. On the other hand, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് what kind of an equilibrium is this? C plus CO2 giving you CO. Solid, gas, gas. Solid, gas, gas. What kind of an equilibrium is this? This will be heterogeneous equilibrium. Okay, this will be heterogeneous equilibrium. Okay, ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. ഒരു എസ്റ്റർ എടുക്കുകയാണ്, CH3COO C2H5 aqueous plus H2O liquid giving you CH3COOH aqueous plus C2H5OH aqueous. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് എന്ത് ടൈപ്പാണ്, ഹോമോജീനസ് ആണോ ഹെട്രോജീനസ് ആണോ? ഓക്കെ, ഹോമോജീനസ് ആണോ ഹെട്രോജീനസ് ആണോ? എല്ലാവരും നോക്കിക്കേ, അത് ഒറ്റ നോട്ടത്തിൽ എല്ലാവരും പറയും സാർ ഇത് അക്വസ്, ഇത് ലിക്വിഡ്, ഇത് അക്വസ്, ഇത് അക്വസ്. അപ്പോൾ നിങ്ങൾ പറയും സാർ ഇത് ഹെട്രോജീനസ് ആണ്, കാര്യം ഇവിടെ ഒരു ലിക്വിഡ് കയറി വരുന്നുണ്ട്. മക്കളെ H2O അക്വസ് എന്ന് ആരെങ്കിലും എഴുതി ഇതുവരെ കണ്ടിട്ടുണ്ടോ? H2O ഇസ് പ്രൊവൈഡിങ് ദ മീഡിയം. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കാര്യം ഇവിടെ H2O L എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇത് ഹെട്രോജീനസ് ഇക്വിലിബ്രിയം അല്ല. ദിസ് ഈസ് ഹോമോജീനസ് ഇക്വിലിബ്രിയം. ദിസ് ഈസ് ഹോമോജീനസ് ഇക്വിലിബ്രിയം. H2O is part of the solution. H2O is part of the solution. H2O അതിന്റെ ഭാഗമാണ്. ആ സൊല്യൂഷന്റെ സോൾവെന്റ് ആയിട്ടാണ് H2O നിൽക്കുന്നത്. H2O aqueous എന്ന് എഴുതില്ല നമ്മൾ ഒരിക്കലും. ഓക്കെ മക്കളെ, ഫൈൻ. എല്ലാവരും നോക്കുക മക്കളെ, ഇവിടെ ഫോക്കസ് ചെയ്യാ. യെസ് വൈ നോട്ട്, ചെയ്യാനൊക്കെ പറ്റും സഞ്ജയ്, അതിനെന്താണ്, പറ്റൂടെ കൂട്ടാ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലിഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിലേക്ക് കിടക്കാം. ലിഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ലിഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പറയുന്നത് നമുക്കൊരു ഇക്വിലിബ്രിയം ഉണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ദ ഇക്വിലിബ്രിയം ക്യാൻ ബി ഡിസ്റ്റർബ്ഡ്. സന്തോഷത്തോടെ പോകുന്ന ഒരു കുടുംബത്തിനെ നമുക്ക് പ്രഷർ ചേഞ്ച് ചെയ്തോ വോള്യൂം ചേഞ്ച് ചെയ്തോ എന്താ പറയുക ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തിട്ടൊക്കെ ആ ഇക്വിലിബ്രിയത്തിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലിഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? ഫസ്റ്റ്, ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ്റെ ഇഫക്റ്റ് എന്താ മക്കളെ? വെൻ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഫോർവേഡ് ഡയറക്ഷൻ, റിയാക്ഷൻ മൂവ്സ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. അതേപോലെ തന്നെ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷൻ, റിയാക്ഷൻ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് പോകും. ഓക്കെ മക്കളെ, അതേപോലെ തന്നെ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ റിയാക്ഷൻ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് പോകും. പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പോകും, മൂവ്സ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. എല്ലാവരും നോക്കുക, ഇത് വളരെ സിമ്പിൾ ആയിട്ട് സാർ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇഫ് യു ഹാവ് ദ റിയാക്ഷൻ ആർ ഗിവിംഗ് യു പി, ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആർ. ഓക്കെ, ഇതിന്റെ ക്യൂ വാല്യൂ എന്താണ്? റിയാക്ഷൻ കോഷ്യന്റ് കോൺസെൻട്രേഷൻ ഓഫ് പി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആർ. ഇക്വിലിബ്രിയത്തിൽ ഈ രണ്ട് വാല്യൂം സെയിം ആണ്. ഇനിയിപ്പോൾ ഇമാജിൻ ഞാൻ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയാണെന്ന് വിചാരിക്കുക. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയാണെങ്കിൽ കെ മാറില്ല, കെ എപ്പോഴും ഫിക്സ്ഡ് ആണ്. ഈ ക്യൂയുടെ വാല്യൂ ഈ ഡിനോമിനേറ്റർ അങ്ങോട്ട് കുറയും. കാര്യം എന്താ? ആർ വാല്യൂ കൂടുകയാണ്, അപ്പൊ ക്യൂ കുറയും. സോ ക്യൂ ബിക്കംസ് ലെസ് ദാൻ കെ സി. ക്യൂ ലെസ് ദാൻ കെ സി എന്ന് പറയുമ്പോൾ ഫോർവേഡ് അല്ലേ പോകേണ്ടത്, അതുകൊണ്ടാണ് ഇവിടെ ഫോർവേഡ് വരുന്നത്. ഇപ്പോൾ വേറൊരു കാര്യം, റിയാക്ടന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയാണ്. എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ കുറയുകയാണ്. ഡിനോമിനേറ്റർ കുറയുമ്പോൾ എന്ത് പറ്റും? ക്യൂയുടെ വാല്യൂ കൂടും. സോ ക്യൂ ബിക്കംസ് ഗ്രേറ്റർ ദാൻ കെ സി. ദാറ്റ് മീൻസ് ബാക്ക്വേർഡ് ഡയറക്ഷൻ. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയാണ്, അതായത് ന്യൂമറേറ്റർ കൂട്ടുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ക്യൂ ബിക്കംസ് ഗ്രേറ്റർ ദാൻ കെ സി, ബാക്ക്വേർഡ്. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയാണ്, അതായത് ഡിനോമിനേറ്റർ കുറയുകയാണ്. അപ്പോൾ ക്യൂ ബിക്കംസ് ലെസ് ദാൻ കെ സി. അപ്പോൾ എന്ത് പറ്റും? ഫോർവേഡ് ഡയറക്ഷൻ. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് എന്താണ്? ഇഫക്റ്റ് ഓഫ്
pressure or volume. Effect of pressure or volume. എല്ലാവരും നോക്കുക. If pressure increases എന്ന് വെച്ചാൽ എന്താ? Volume decreases. Pressure increases എന്ന് വെച്ചാൽ volume decreases. Always understand reaction moves in direction of lesser number of gas moles. ഏത് സൈഡിലാണോ കുറവ് ഗ്യാസ് മോൾസ് ഉള്ളത് ആ ഡയറക്ഷനിലേക്ക് നീങ്ങും. അതേപോലെ തന്നെ പ്രഷർ ഡിക്രീസ് ആണെങ്കിൽ, പ്രഷർ ഡിക്രീസ് എന്ന് വെച്ചാൽ എന്താ? വോളിയം ഇൻക്രീസ്. പ്രഷർ ഡിക്രീസ് മീൻസ് വോളിയം ഇൻക്രീസ്. റിയാക്ഷൻ മൂവ്സ് ഇൻ ഡയറക്ഷൻ ഓഫ് greater number of gas moles. ഓക്കെ ആണോ മക്കളെ? ഏത് സൈഡിലാണോ ഗ്രേറ്റർ നമ്പർ ഓഫ് ഗ്യാസ് മോൾസ് ഉള്ളത് ആ ഡയറക്ഷനിലേക്ക് നീങ്ങും. Got it? Fine. For example, ഇപ്പോൾ 2H2 plus O2 gas giving you 2H2O gas. Okay. ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്രഷർ കൂട്ടുകയാണ്. പ്രഷർ കൂട്ടുമ്പോൾ റിയാക്ഷൻ മൂവ്സ് ഇൻ ഡയറക്ഷൻ ഓഫ് ലെസർ നമ്പർ ഓഫ് ഗ്യാസ് മോൾസ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഗ്യാസ് മോൾസ് ഉണ്ട്, ഇവിടെ 2 ഗ്യാസ് മോൾസ് ഉള്ളൂ. അപ്പോൾ പ്രഷർ കൂട്ടുമ്പോൾ ഇറ്റ് മൂവ്സ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. അതുപോലെ പ്രഷർ കുറയ്ക്കുകയാണെങ്കിൽ ഇറ്റ് മൂവ്സ് ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ നിങ്ങൾ റിയാക്ഷൻ നോക്കിയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് സൈഡിലാണ് പ്രഷർ കൂട്ടുകയാണെങ്കിൽ ഏത് സൈഡിലാണോ ഗ്യാസ് മോൾസ് കുറവ് ആ സൈഡിലേക്ക് നീങ്ങും. നെക്സ്റ്റ് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. എല്ലാവരും നോക്കുക മക്കളെ. ഇഫ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എൻഡോതേർമിക് റിയാക്ഷൻസിന്റെ കേസിൽ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പോകും. എക്സോതേർമിക് റിയാക്ഷന്റെ കേസിൽ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് പോകും. അതേപോലെ തന്നെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എൻഡോതേർമിക് റിയാക്ഷൻസിന്റെ കേസിൽ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് പോകും. എക്സോതേർമിക് റിയാക്ഷൻസിന്റെ കേസിൽ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പോകും. ഓക്കെ മക്കളെ, ഇതാണ് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. നെക്സ്റ്റ് ഇഫക്റ്റ് ഓഫ് ഇനേർട്ട് ഗ്യാസ് അഡീഷൻ. ഇഫക്റ്റ് ഓഫ് inert gas addition. അതായത് ഒരു ഇക്വിലിബ്രിയം ഉണ്ട് ഇവിടെ, എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതിലേക്ക് ഞാനൊരു ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്നു. ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുമ്പോൾ നോബിൾ ഗ്യാസ് ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ വരരുത് കേട്ടോ. നോബിൾ ഗ്യാസ് ആവാം. ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുമ്പോൾ എനി ഗ്യാസ് വിച്ച് ഡു നോട്ട് റിയാക്ട് വിത്ത് റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സും റിയാക്ടൻസുമായിട്ട് റിയാക്ട് ചെയ്യാത്ത ഏത് ഗ്യാസും ഇനേർട്ട് ഗ്യാസ് ആണ്. ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുമ്പോൾ 2 രീതിയിൽ ആഡ് ചെയ്യാം. ഇഫ് ഇനേർട്ട് ഗ്യാസ് ഇസ് ആഡഡ് അറ്റ് കോൺസ്റ്റന്റ് വോള്യത്തിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നോ ഇഫക്റ്റ്. ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുകയാണെങ്കിൽ there is no effect. അതേപോലെ തന്നെ കോൺസ്റ്റന്റ് പ്രഷറിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ മൂവ്സ് ഇൻ ഡയറക്ഷൻ ഓഫ് greater number of gas moles. ഓക്കെ ആണോ മക്കളെ? ഫൈൻ. ഇത് ഓർത്ത് വെക്കുക. ഇനേർട്ട് ഗ്യാസ് കോൺസ്റ്റന്റ് വോള്യത്തിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇഫക്റ്റ് ഉണ്ടാവില്ല. കോൺസ്റ്റന്റ് പ്രഷറിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ മൂവ്സ് ഇൻ ഡയറക്ഷൻ ഓഫ് ഗ്രേറ്റർ നമ്പർ ഓഫ് ഗ്യാസ് മോൾസ്. ഇത് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണമെങ്കിൽ എല്ലാവരും നോക്കുക മക്കളെ. നിങ്ങളിപ്പോൾ ആർ ഗിവിങ് യു പി എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ എടുത്തു. ഓക്കെ, അല്ലെങ്കിൽ എ ഗിവിങ് യു ബി എന്ന് പറഞ്ഞ ഒരു റിയാക്ഷൻ എടുത്തു. റിയാക്ഷൻ കോഷ്യന്റ് എന്താ? കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ. ഞാനൊരു ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കണ്ടെയ്നറിൽ എയും ഉണ്ട് ബിയും ഉണ്ട്. ഞാനൊരു ഇനേർട്ട് ഗ്യാസ് ഹീലിയം ആഡ് ചെയ്യാണ്. ഹീലിയം എ ആയിട്ട് റിയാക്ട് ചെയ്യില്ല, ബി ആയിട്ട് റിയാക്ട് ചെയ്യില്ല. അപ്പോൾ എയുടെ നമ്പർ ഓഫ് മോൾസും ബിയുടെ നമ്പർ ഓഫ് മോൾസും മാറില്ല. ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്തെന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് മാറില്ല, വോള്യൂം മാറുന്നില്ല. കാര്യം ഞാൻ കോൺസ്റ്റന്റ് വോള്യത്തിലാണ് ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. വോള്യൂം മാറുന്നില്ല. അപ്പോൾ വോള്യൂം നമ്പർ ഓഫ് മോൾസും മാറിയില്ലെങ്കിൽ concentration of B will remain same. അതേപോലെ തന്നെ concentration of A will remain same. അല്ലേ? നമ്പർ ഓഫ് മോൾസ് മാറുന്നില്ല, വോള്യൂം മാറുന്നില്ല. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ബൈ വോള്യൂം മാറില്ല. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ബിന് മാറ്റം വരുന്നില്ല, കോൺസെൻട്രേഷൻ ഓഫ് എന് മാറ്റം വരില്ല. അപ്പൊ ക്യൂന് മാറ്റം വരുന്നില്ല. അപ്പൊ ക്യൂ സ്റ്റിൽ
ഈക്വൽ ടു കെ സി. ക്യൂവിന് ഇവിടെ മാറ്റം വരുന്നില്ല. ക്യൂവിന് മാറ്റം വന്നാലേ ഇക്വിലിബ്രിയം അനങ്ങുള്ളൂ. നമ്മൾ നേരത്തെ കണ്ടതാണ് ക്യൂവിന് മാറ്റം വരണം. ഇവിടെ ക്യൂവിന് മാറ്റം വരുന്നില്ല. കാര്യം എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ബിയും കോൺസെൻട്രേഷൻ ഓഫ് എയും അത് തന്നെയാണ്. അപ്പൊ ഇക്വിലിബ്രിയം ഇസ് untouched, equilibrium is unaffected. Okay, ഇതൊരു സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ്. ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റനിലേക്ക് കിടക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻസ്. N2O4 ഗ്യാസ് ഗിവിംഗ് യു ടു NO2 പ്ലസ് 58 കിലോ ജൂൾസ് ആണ് എൻതാൽപ്പി എന്ന് തന്നിട്ടുണ്ട്. ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് AB, ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഇക്വിലിബ്രിയം ഷിഫ്റ്റ്. ടെമ്പറേച്ചർ ഇസ് ഡിക്രീസ്ഡ്. അതായത് ഈ കേസിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എങ്ങോട്ട് പോകും? സെക്കൻഡ് കേസിൽ പ്രഷർ ഇസ് ഇൻക്രീസ് ബൈ ആഡിങ് N2 അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. N2 ഇവിടെ വരുന്നത് ഒരു ഇനേർട്ട് ഗ്യാസ് ആയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് സാർ N2 എന്തുകൊണ്ട് ഇനേർട്ട് ഗ്യാസ് ആവുന്നത്? മക്കളെ, N2 ഇസ് എ വെരി അൺറിയാക്റ്റീവ് ഗ്യാസ്. പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല. അതേപോലെ തന്നെ N2 ഈ രണ്ടെണ്ണമായിട്ട് എന്തായാലും റിയാക്ട് ചെയ്യില്ല. N2 is not going to react with N2O4. N2 is not going to react with NO2. ഇവരായിട്ടുള്ള ഒരു റിയാക്ഷൻസും N2 നടത്താൻ പോകുന്നില്ല. സോ N2 is a inert gas over here. അപ്പൊ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് പ്രഷർ കൂട്ടുന്നുണ്ട്, ഇനേർട്ട് ഗ്യാസ് ആഡ്. പ്രഷർ കൂട്ടുന്നുണ്ട്, ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനേർട്ട് ഗ്യാസിന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഇനേർട്ട് ഗ്യാസ് ആഡഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, ഇനേർട്ട് ഗ്യാസ് ആഡഡ് അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം. ഇതെന്തായാലും കോൺസ്റ്റന്റ് പ്രഷർ സിറ്റുവേഷൻ അല്ല. അപ്പൊ ഇവിടെ കോൺസ്റ്റന്റ് വോള്യൂം സിറ്റുവേഷൻ ആണ് ഇവിടെ വരുന്നത്. ഇനേർട്ട് ഗ്യാസ് ഇസ് ആഡഡ് അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ കോൺസ്റ്റന്റ് വോള്യൂം ആണെങ്കിൽ പ്രഷർ എങ്ങനെയാണ് കൂടുക? മക്കളെ, നമ്മളൊരു ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ പ്രഷർ കൂടുന്നുണ്ടെങ്കിൽ വോള്യൂം കുറയണ്ടേ? ഒരിക്കലും ഇല്ല മക്കളെ. നമുക്ക് വോള്യൂം സെയിം ആയിട്ട് വെച്ചിട്ട് പ്രഷർ കൂട്ടാം. അതെങ്ങനെയാ? കാര്യം നമ്പർ ഓഫ് മോൾസ് കൂടുന്നുണ്ട്. വി യു നോ ദാറ്റ് പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം ആൻഡ് ടെമ്പറേച്ചർ. വോള്യൂം ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കൂടുമ്പോൾ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കൂടുന്നത്. അതുകൊണ്ടാണ് ഈ പ്രഷർ കൂടുന്നത്. സോ എല്ലാവരും നോക്കുക, temperature is decreased. It's an endothermic reaction. Endothermic reaction temperature decreased ആണെങ്കിൽ it moves towards backward direction. ഇവിടെ backward directionലേക്കാണ് പോവുക. സെക്കൻഡ് കേസിൽ നോ ചേഞ്ച് അല്ലേ? ഫസ്റ്റ് കേസിൽ ബാക്ക്വേർഡ് ഡയറക്ഷൻ. കാര്യം എൻഡോതേർമിക് റിയാക്ഷനിൽ ടെമ്പറേച്ചർ കൂട്ടാണ്, ബാക്ക്വേർഡ്. സെക്കൻഡ് കേസിൽ നോ ചേഞ്ച്. സോ ബേസിക്കലി ബി ആയിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക. എയുടെ കേസിൽ ടുവേർഡ്സ് റിയാക്ടന്റ്, ബിയുടെ കേസിൽ നോ ചേഞ്ച്. Got it. Next, the following reaction occurs in the blast furnace where iron ore is reduced to iron metal. Fe2O3 plus 3CO giving you Fe plus 3CO2. Using the Chatelier principle, predict which one of the following will not disturb the equilibrium. മക്കളെ, equilibrium disturb ആവാതിരിക്കണം. Removal of CO, removal of SCO2, addition of CO2, addition of Fe2O3. മക്കളെ എല്ലാവരും നോക്കിക്കേ മക്കളെ. നമുക്കറിയാം, ഇപ്പൊ ഇതിന്റെ റിയാക്ഷൻ കോഷ്യന്റ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ റിയാക്ഷൻ കോഷ്യന്റ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് CO2 the whole cube divided by concentration of CO the whole cube ആണ്. അപ്പൊ നിങ്ങൾ സാർ അതെന്തുകൊണ്ടാണ്? കാര്യം ഇവിടെ ലിക്വിഡ് ആൻഡ് സോളിഡ് ആണ്. നിങ്ങൾക്കറിയാം പ്യുവർ ലിക്വിഡ് ആൻഡ് പ്യുവർ സോളിഡ് ഇസ് നോട്ട് ഇൻവോൾവ് ഇൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റോ റിയാക്ഷൻ കോഷ്യന്റോ ഇക്വേഷനിൽ പ്യുവർ ലിക്വിഡ് ഓർ പ്യുവർ സോളിഡ് ഇൻവോൾവ് അല്ല. പ്യുവർ ലിക്വിഡും പ്യുവർ സോളിഡും ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. ദേ ആർ നോട്ട് പാർട്ട്. അപ്പൊ ബേസിക്കലി Q is equal to this. അപ്പൊ നമ്മള് ഇപ്പൊ Fe2O3 എടുത്ത് മാറ്റി, അല്ലെങ്കിൽ Fe2O3 ആഡ് ചെയ്തു, അല്ലെങ്കിൽ Fe ആഡ് ചെയ്തു, അല്ലെങ്കിൽ Fe എടുത്ത് മാറ്റി എന്നൊക്കെ വിചാരിച്ചിട്ട് ക്യൂവിന് മാറ്റം വരാൻ പോകുന്നില്ല. അപ്പൊ ക്യൂവിന് മാറ്റം വന്നില്ലെങ്കിൽ ഇക്വിലിബ്രിയം അൺടച്ച്ഡ് ആയിരിക്കും. ഇതിപ്പോ ഇനീഷ്യലി ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് Q is equal to Kc. ഇനീഷ്യലി ഇക്വിലിബ്രിയത്തിലാണ്, അതായത് Q is equal to Kc. ഈ ക്യൂയുടെ ഫോമിൽ എന്താണ്? ഇതാണ്. Fe2O3 എടുത്ത് മാറ്റി എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ Fe2O3 ആഡ് ചെയ്താൽ, അല്ലെങ്കിൽ Fe ആഡ് ചെയ്തു, അല്ലെങ്കിൽ Fe എടുത്ത് മാറ്റി എന്ന് വെച്ചിട്ട് ക്യൂവിന് മാറ്റം വന്നില്ല. ഇക്വിലിബ്രിയം ഇസ് അൺടച്ച്ഡ്. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്. സോ ബേസിക്കലി ഡി വിൽ ബി ദി ആൻസർ. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്, പ്യുവർ സോളിഡ്സ് പ്യുവർ ലിക്വിഡ്സ് എടുത്ത് മാറ്റിയാലൊന്നും ഇക്വിലിബ്രിയം വിൽ നോട്ട് ബി ഷിഫ്റ്റഡ് ടു എനി ഡയറക്ഷൻ. ഓക്കെ മക്കളെ, ഓക്കെ ആണോ? ഫൈൻ. നെക്സ്റ്റ്, in which of the following system doubling the volume of the container causes a shift to the right? Doubling the volume എന്ന് പറയുമ്പോൾ increasing the volume. അപ്പൊ വോള്യൂം ഇൻക്രീസ് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് പോകണം, പ്രോഡക്റ്റ് സൈഡിലേക്ക് പോകണം. അതായത് നമുക്കറിയാം വോള്യൂം കൂട്ടുമ്പോൾ റിയാക്ഷൻ മൂവ്സ് ഇൻ ഡയറക്ഷൻ ഓഫ് ഗ്രേറ്റർ നമ്പർ ഓഫ് ഗ്യാസ് മോൾസ്. അപ്പൊ റൈറ്റ് സൈഡിൽ ഗ്രേറ്റർ നമ്പർ ഓഫ് ഗ്യാസ് മോൾസ് വേണം. അപ്പൊ റൈറ്റ് സൈഡിൽ ഗ്രേറ്റർ നമ്പർ ഓഫ് ഗ്യാസ് മോൾസ് ഉള്ള ഏത് ഇക്വേഷൻ ഇവിടെ ഉള്ളത്? ആകെ ഡി മാത്രമേ ഉള്ളൂ. കാര്യം ഇവിടെ പ്രോഡക്റ്റ് സൈഡിൽ 2 ഗ്യാസ് മോൾസ് ഉണ്ട്, റിയാക്ടൻ സൈഡിൽ ഒരെണ്ണുള്ളൂ. സോ ദാറ്റ് വിൽ ബി ദി ആൻസർ ഡെഫിനറ്റ്ലി. ഓക്കെ ആണ് മക്കളെ? ഞാനേ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോവാ. PCl5 giving you PCl3
plus H2. This is previous year question based question. This is at equilibrium. This is equilibrium. Okay. Total pressure is increased. Total pressure is increased. Total pressure is increased. What will happen to? What will happen to? What will happen to degree of dissociation? What will happen to degree of dissociation? That's the question. Pressure, total pressure കൂട്ടുന്നു. What will happen to degree of dissociation? അതായത് ഇത് കൂടുതൽ ഡിസോസിയേറ്റ് ചെയ്യോ PCl5. അത് കുറവായിരിക്കും. മക്കളെ നിങ്ങൾ നോക്കുക, ടോട്ടൽ പ്രഷർ കൂട്ടുമ്പോൾ റിയാക്ഷൻ മൂവ്സ് ഇൻ ഡയറക്ഷൻ ഓഫ് ലെസർ നമ്പർ ഓഫ് ഗ്യാസ് മോൾസ്. ലെസർ നമ്പർ ഓഫ് ഗ്യാസ് മോൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ H2 അല്ല കേട്ടോ, PCl5 plus Cl2 ആണ് പറയുന്നത്. ടോട്ടൽ പ്രഷർ കൂട്ടുമ്പോൾ റിയാക്ഷൻ മൂവ്സ് ഇൻ ഡയറക്ഷൻ ഓഫ് ലെസർ നമ്പർ ഓഫ് ഗ്യാസ് മോൾസ്. ഇവിടെ ലെസർ നമ്പർ ഓഫ് ഗ്യാസ് മോൾസ് ഉള്ളത് റിയാക്ടൻ സൈഡില്ല. സോ ഇറ്റ് മൂവ്സ് ടു റിയാക്ടൻ സൈഡ്. അതായത് പ്രോഡക്റ്റിൽ നിന്ന് റിയാക്ടൻ സൈഡിലേക്ക് നീങ്ങും. അതായത് ഡിസോസിയേഷൻ കുറയും. So I can easily write DOD decreases. DOD decreases. This is a logical question. Previous year JEE Advanced ne base cheyyiduttulla question aanu. Ivide total pressure കൂട്ടുമ്പോൾ degree of dissociation decreases. കാര്യം എന്താ, total pressure കൂട്ടുമ്പോൾ reaction moves in direction of lesser number of gas moles. ഇവിടെ ഇങ്ങനെ ഓക്കെ ആണോ മക്കളെ? Got it? ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ വേറൊരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പോവാം. 2HI giving you H2 plus I2. 2HI giving you H2 plus I2. H2 plus I2. ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ടോട്ടൽ പ്രഷർ increases. What will happen to? What will happen to? What will happen to? What will happen to DOD? Degree of dissociation. ഇവിടെ നിങ്ങളോട് ചോദിക്കുകയാണ് what will happen to DOD. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ആ പ്രഷർ കൂട്ടി. Reaction moves in direction of greater number of gas moles. പക്ഷെ ഇവിടെ രണ്ട് സൈഡിലും ഗ്യാസ് മോൾസ് സെയിം ആണ്. Delta Ng is 0. Delta Ng 0 means equilibrium is unaffected. പ്രഷറിനോ വോള്യത്തിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം രണ്ട് സ്ഥലത്തും സെയിം നമ്പർ ഓഫ് ഗ്യാസ് മോൾസ്. സോ ദാറ്റ് മീൻസ് റിയാക്ഷൻ ഇസ് അൺഅഫക്റ്റഡ്. റിയാക്ഷൻ നീങ്ങില്ല. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ മാറുമോ? ഇല്ല. സോ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇസ് ഓൾസോ DOD does not change. ഈ ലാസ്റ്റ് രണ്ട് കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് അടിച്ചേടാ മക്കളെ. ഞാൻ ഈ പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻ്റെയും ഈ രണ്ട് കോൺസെപ്റ്റ് മനസ്സിലായോ? അപ്പൊ പ്രഷർ മാറ്റുമ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ മാറും. എപ്പോ? ഡെൽറ്റ Ng നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ. ഇപ്പൊ ഈ സിറ്റുവേഷനിൽ ഡെൽറ്റ Ng നോട്ട് ഈക്വൽ ടു 0 ആണ്. ഡെൽറ്റ Ng നോട്ട് ഈക്വൽ ടു 0 ആണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ മാറും. എങ്ങനെ മാറും? പ്രഷർ കൂട്ടുമ്പോൾ റിയാക്ഷൻ മൂവ്സ് ഇൻ ഡയറക്ഷൻ ഓഫ് ഗ്രേറ്റർ നമ്പർ ഓഫ് ഗ്യാസ് മോൾസ്. അപ്പൊ അത് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യും. ഇപ്പൊ ഇവിടെയാണെങ്കിൽ പ്രഷർ കൂട്ടുമ്പോൾ റിയാക്ഷൻ മൂവ്സ് ഇൻ ഡയറക്ഷൻ ലെസർ നമ്പർ ഓഫ് ഗ്യാസ് മോൾസ്. അപ്പോൾ ഈ ഡയറക്ഷനിലേക്ക് പോകും. അതായത് പ്രോഡക്റ്റിൽ നിന്ന് റിയാക്ടൻ സൈഡിലേക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കുറയും. ഈ പെർട്ടിക്കുലർ നേരെ വെച്ചാൽ ഡെൽറ്റ Ng is equal to 0 ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അൺഅഫക്റ്റഡ് ആയിരിക്കും. കാര്യം എന്താ? പ്രഷർ കൂട്ടിയാലും കുറച്ചാലും ഇക്വിലിബ്രിയം അനങ്ങുന്നില്ല. ഓക്കെ, അതായത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ മാറുന്നില്ല. ഓക്കെ ആണോ മക്കളെ? ഗോട്ട് ഇറ്റ്? ഫൈൻ. സെറ്റാണോ? ഇനി നമുക്ക് അയണിക് ഇക്വിലിബ്രിയത്തിലേക്ക് കിടക്കാം. അയണിക് ഇക്വിലിബ്രിയത്തിൽ നമ്മൾ ആദ്യം കാണേണ്ട പോയിന്റ് എന്താണ്? ഇലക്ട്രോലൈറ്റ്സ് എന്നാൽ എന്താണ്? വെള്ളത്തിലിടുമ്പോൾ കാറ്റയോണും ആനയോണുമായിട്ട് പൊട്ടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അല്ല കാറ്റയോണും ആനയോണുമായിട്ട് ദേ ഷുഡ് ബ്രേക്ക് ഔട്ട്. Okay, so anything that breaks into ions is called as an electrolyte. Electrolyte രണ്ട് തരത്തിലുണ്ട്. There are strong electrolytes ഉണ്ട്. There are weak electrolytes. Strong electrolytes and weak electrolytes. Strong electrolytes completely break out. ഇപ്പോൾ 10 NaCl എടുത്തു, 10 NaCl പൊട്ടും. 10 Na plus 10 Cl minus. Weak electrolytes എന്ന് പറയുമ്പോൾ ബേസിക്കലി എല്ലാം പൊട്ടില്ല. അസറ്റിക് ആസിഡ് 10 കൊടുത്താൽ അതിൽ ചിലപ്പോൾ ഒരു 8 എണ്ണം അങ്ങനെ തന്നെ നിൽക്കും അസറ്റിക് ആസിഡ് ആയിട്ട് തന്നെ. ബാക്കി 2 എണ്ണം ആയിരിക്കും കാറ്റയോണും ആനയോണുമായിട്ട് പൊട്ടാൻ പോകുന്നത്. സോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആസിഡ്സ്, സ്ട്രോങ് ബേസസ് ആൻഡ് ഓൾ സോൾട്സ്. സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസ് ആൻഡ് ഓൾ സോൾട്സ്, ഇതാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ വീക്ക് ആസിഡ്സ്, weak base etc are examples of weak electrolytes. ഇനി നിങ്ങൾ ചോദിക്കും സോറി സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ സ്ട്രോങ് ബേസിന്റെ സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസിന്റെ ലിസ്റ്റ് തരാൻ പറ്റുമോ?
നിങ്ങൾ പഠിക്കേണ്ട JEE എക്സാമിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സ്ട്രോങ് ആസിഡ്സ് ഇവന്മാരൊക്കെയാണ്. HClO4, HI, HBr, H2SO4, HCl, HNO3. ബാക്കി എല്ലാവരും വീക്ക് ആസിഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഇവന്മാരൊക്കെ വീക്കാണ്. എല്ലാ ഓർഗാനിക് ആസിഡും വീക്കാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, സ്ട്രോങ് ആസിഡിന്റെ ലിസ്റ്റിൽ നിങ്ങൾക്കുള്ള സിലബസിലെ ലിസ്റ്റിൽ ഇവന്മാർ മാത്രമേ ഉള്ളൂ. ഇത് അറിഞ്ഞിരിക്കുക, ഓർത്ത് വയ്ക്കുക. ഈവൻ H3PO4 വരെ നമ്മൾ വീക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇനി ബേസസ് എടുക്കുകയാണെങ്കിൽ സ്ട്രോങ് ബേസസ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 1 ഹൈഡ്രോക്സൈഡ്സ് എക്സെപ്റ്റ് LiOH. ആൽക്കലി ഹൈഡ്രോക്സൈഡ്സ് അതായത് NaOH, KOH, RbOH, BaOH twice, ഇവരൊക്കെ എന്താണ്, ഇവരൊക്കെ സ്ട്രോങ് ബേസസ് ആണ്. All other bases like NH4OH, zinc hydroxide, aluminum hydroxide, FeOH thrice, ഇവന്മാരൊക്കെ weak bases ആണ്. Okay, even organic bases, all organic bases are also weak. All organic bases are weak. All organic bases are weak. For example, amines, methanamine, ethanamine. Organic bases എന്ന് പറയുമ്പോൾ എന്താ, amines ആണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. pyridine, NH3, amines, ethanamine, ഇവന്മാരൊക്കെ weak bases ആണ്. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്? നമുക്ക് ആസിഡ് ബേസ് തിയറീസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. 3 തിയറീസ് ഉണ്ട്. Arrhenius തിയറി, ബ്രോൺസ്റ്റഡ് ആസിഡ് ബേസ് തിയറി, ബ്രോൺസ്റ്റഡ് ലോറി തിയറി, ലൂയിസ് ആസിഡ് ബേസ്. പെട്ടെന്ന് തീർക്കാം. ഇത് വളരെ സിമ്പിൾ ആണ്, തിയറിറ്റിക്കൽ. അരീനിയസ് എന്താ പറയുന്നത്, ആസിഡ് എന്ന് പറയുന്നത് വെള്ളത്തിലിടുമ്പോൾ H+ തരുന്ന ആൾക്കാർ. ഫോർ എക്സാമ്പിൾ HCl വെള്ളത്തിലിടുമ്പോൾ H+ തരുന്നു, അരീനിയസ് ആസിഡ്. അസറ്റിക് ആസിഡ് വെള്ളത്തിലിടുമ്പോൾ H+ തരും, അരീനിയസ് ആസിഡ്. H2SO4 വെള്ളത്തിലിടുമ്പോൾ H+ തരും, അരീനിയസ് ആസിഡ്. അരീനിയസ് ബേസ് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ OH- തരുന്ന ആൾക്കാർ. NaOH വെള്ളത്തിലിടുമ്പോൾ OH- തരും. NH4OH വെള്ളത്തിലിടുമ്പോൾ OH- തരും. അതേപോലെ തന്നെ ലെറ്റസ് BaOH twice, ബേരിയം ഹൈഡ്രോക്സൈഡ് വെള്ളത്തിലിടുമ്പോൾ OH- തരും. അതാണ് അരിഹീനിയസ് ആസിഡ് ബേസ്. വെള്ളം മീഡിയം ആയിട്ട് വെക്കുന്നുണ്ട് അരിഹീനിയസ് തിയറിയിൽ. പക്ഷെ ബ്രോൺസ്റ്റഡ് ലോറി പറയുന്നത്, ലോറി ബ്രോൺസ്റ്റഡ്, ഒരു റിയാക്ഷനിൽ വെള്ളം ഉണ്ടോ ഇല്ലോ എന്നൊന്നുമില്ല, ഒരു റിയാക്ഷനിൽ H+ കൊടുക്കുന്ന ആള് അതാണ് ആസിഡ്. അതേ റിയാക്ഷനിൽ H+ മേടിക്കുന്ന ആളാണ് ബേസ്. So proton donors are acids, proton acceptors are bases. For example, NH3 plus H2O. ഇവിടെ H2O NH3 H+ കൊടുക്കുന്നു. That means H2O is acting as an acid. NH3 is acting as a base because it is taking H+. അതേ H2O ഞാൻ HCl ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? H2O takes the H+, HCl loses H+. That means HCl is the Bronsted acid over here. H2O is the Bronsted base over here. അപ്പോൾ റിയാക്ഷൻ സ്പെസിഫിക് ആണ്. ഒരു റിയാക്ഷനിൽ H+, ഇപ്പം ഇതേ HCl തന്നെ H2SO4 അല്ലെങ്കിൽ ഇപ്പം HNO3 സ്ഥിരം ആസിഡ് ആയിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ HNO3 H2SO4 മുമ്പിൽ നിൽക്കുമ്പോൾ H2SO4 ആണ് H+ കൊടുക്കുന്നത് HNO3ക്ക്. HNO3 ആക്ട്സ് ആസ് എ, ഇപ്പൊ HNO3 നിങ്ങൾക്ക് ഇത് അറിയോന്ന് അറിയില്ല, HNO3 H2SO4 ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ HNO3 gets protonated. HNO3 H2SO4 നിന്ന് H+ മേടിക്കും. അപ്പൊ HNO3 is a Bronsted base over there. അത് മനസ്സിലാക്കുക. H2SO4 is a Bronsted acid. ബാക്കി എല്ലാ കേസിലും മിക്ക കേസിലും HNO3 Bronsted ആസിഡ് ആണ്. പക്ഷെ H2SO4 മുമ്പിൽ അവൻ Bronsted ബേസ് ആണ്. ഓർത്ത് നോക്കുക. നെക്സ്റ്റ്, ഒരു സബ്സ്റ്റൻസ് H+ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ കോൺജുഗേറ്റ് ബേസ്. ഇപ്പൊ HCl കോൺജുഗേറ്റ് ബേസ് എന്താണ്? Cl-. അതായത് ഒരു സബ്സ്റ്റൻസിൽ നിന്ന് ഒരു H+ എടുത്ത് കളയുക. ഓക്കെ, ഒരു സബ്സ്റ്റൻസിൽ നിന്ന് ഒരു H+ എടുത്ത് കളയുക, അപ്പോഴാണ് കോൺജുഗേറ്റ് ബേസ് കിട്ടുക. ഒരു സബ്സ്റ്റൻസിലേക്ക് ഒരു H+ ആഡ് ചെയ്യുകയാണെങ്കിൽ 7 മണിക്ക് ലൈവ് ഉണ്ടോ? അതെങ്ങനെയാ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. Addition of H+ gives conjugate acid. Addition of H+ gives conjugate acid. Addition of H+ gives conjugate acid. ഒരു സബ്സ്റ്റൻസ് H+ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൺജുഗേറ്റ് ആസിഡ് കിട്ടും. ഓക്കെ, ഓക്കെ ആണോ മക്കളെ? സെറ്റ് ആണോ? ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, എല്ലാവരും നോക്കുക.
Equilibrium of weak acid and weak base. Equilibrium of weak acid and weak base. ഒരു weak acid വെള്ളത്തിലിടുമ്പോഴുള്ള ഇക്വേഷൻസ്, ഒരു weak base വെള്ളത്തിലിടുമ്പോഴുള്ള ഇക്വേഷൻസ്. ഒരു weak acid വെള്ളത്തിലിടുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? H plus plus A minus. എല്ലാവരും നോക്കുക. അപ്പോൾ ഒരു weak acid വെള്ളത്തിലിടുകയാണെന്ന് വിചാരിക്കുക. HA plus H2O giving you H3O plus. പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഒരു വീക്ക് ആസിഡ് വെള്ളത്തിലിടുമ്പോൾ എല്ലാവരും നോക്കുക മക്കളെ. ഒരു വീക്ക് ആസിഡ് വെള്ളത്തിലിടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ് എന്തൊക്കെയാ? നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻസ് എന്തൊക്കെയാ? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Ka യുടെ ഇക്വേഷൻ. Ka is nothing but C alpha square by 1 minus alpha, which is approximately equal to C alpha square if alpha is very very less than 1. ഇത് നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ. Alpha can be written as root of Ka by C. ഇത് നിങ്ങൾ രണ്ടാമത് ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ. നെക്സ്റ്റ്, H plus concentration is equal to C alpha, which is equal to root of Ka into C. ഇത് നിങ്ങൾ മൂന്നാമത് ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, ഫൈൻ. വെയിറ്റ് ചെയ്യ്, ബഫറിലേക്കൊക്കെ എത്താം മക്കളെ. നാലാമത്തെ ഇക്വേഷൻ എന്താണ്? നാലാമത്തെ ഇക്വേഷൻ pKa. നാലാമത്തെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ pKa. നാലാമത്തെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ pKa എന്താണ്? മൈനസ് ലോഗ് ഓഫ് Ka. ഓക്കെ, ഇനി ഒരു വീക്ക് ബേസ്. ഇപ്പോൾ ഒരു വീക്ക് ബേസ് വെള്ളത്തിലിടുമ്പോൾ നമുക്ക് B പ്ലസ് ആൻഡ് OH മൈനസ് ഇക്വിലിബ്രിയം കിട്ടും. അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻസ് Kb is equal to C alpha square by 1 minus alpha, which is approximately equal to C alpha square when alpha is very very less than 1. അതേപോലെ തന്നെ alpha is equal to root of Kb by C. അതേപോലെ തന്നെ OH minus concentration is ഇവിടെ C into alpha, which is root of Kb into C. അതേപോലെ തന്നെ ഇവിടെ pKb വരും. pKa അല്ല pKb, which is minus log of Kb. ഓക്കെ മക്കളെ, ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻസ്. ഓക്കെ, ഒരു കാര്യം ഓർത്ത് വെക്കുക മക്കളെ. ഒരു ആസിഡ് സ്ട്രോങ് ആണെങ്കിൽ Ka വാല്യൂ കൂടുതലായിരിക്കും, pK വാല്യൂ കുറവായിരിക്കും. ബേസ് സ്ട്രോങ് ആണെങ്കിൽ Kb വാല്യൂ കൂടുതലായിരിക്കും, pKb വാല്യൂ കുറവായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഗോട്ട് ഇറ്റ്? എല്ലാവരും നോക്കുക, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. The value of Ka for some acids are given below. Which is the strongest acid എന്ന് പറയുമ്പോൾ greatest Ka വാല്യൂ നോക്കുക. ഇതിൽ ഏറ്റവും greatest Ka വാല്യൂ ഏതിനുള്ളത്? B ആണുള്ളത്. Ka വാല്യൂ B നാണ് ഉള്ളത്. ഓക്കെ മക്കളെ, ഫൈൻ. നെക്സ്റ്റ്, the percentage of pyridine that forms pyridinium ion in 0.1 molar aqueous pyridine solution is. Percentage of pyridine that forms pyridinium ion. Percentage of pyridine എന്ന് പറയുമ്പോൾ ബേസിക്കലി ആൽഫ കണ്ടുപിടിക്കുക, എന്നിട്ട് ആൽഫ ഇൻറ്റു 100 ചെയ്യുക. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻറ്റു 100 ചെയ്യുക. സോ ബേസിക്കലി ഡിഗ്രി ഓഫ് ഡിസോസിയേഷന്റെ ഫോർമുല എന്താ മക്കളെ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇസ് റൂട്ട് ഓഫ് Kb by C. ഓക്കെ, റൂട്ട് ഓഫ് Kb by C എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ഡയറക്റ്റ് ഫോർമുലയാണ്. ഇതൊക്കെ JEE ക്വസ്റ്റ്യൻസ് ആണ്, സിമ്പിൾ ആയിട്ട് ടക്ക് എന്ന് കിട്ടും. Kb എന്താണ് മക്കളെ? 2 × 10⁻⁹ 2 × 10⁻⁹ ഡിവൈഡഡ് ബൈ C എത്രയാണ് മക്കളെ? 0.1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു root of 2 × 10⁻⁸. That is 1.4. root of 2 എന്ന് വെച്ചാൽ 1.4 × 10⁻⁴. ഇതാണ് ആൽഫ വാല്യൂ. അപ്പോൾ പെർസെൻറ്റേജ് എത്രയാ? പെർസെൻറ്റേജ് ആൽഫ എത്രയാ? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, 100 വെച്ച് മൾട്ടിപ്ലൈ. 1.4 × 10⁻⁴ ഇൻറ്റു 10⁻². ദാറ്റ് ഈസ് ഈക്വൽ ടു 1.4 × 10⁻². പെർസെൻറ്റേജ് ചോദിക്കുമ്പോൾ എപ്പോഴും ആൽഫ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ ആണ് മക്കളെ? ഇസ് ദാറ്റ് ക്ലിയർ? ഫൈൻ. ഓക്കെ, നെക്സ്റ്റ്
Next. A weak acid has Ka is equal to 10 power minus 5. 0.1 mole of this acid is dissolved in 1 liter solution. Find percentage dissociation. Find percentage dissociation. Percentage dissociation എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? Percentage dissociation again alpha കണ്ടുപിടിക്കുക, percentage okay into 100 ചെയ്യുക. So alpha is equal to root of Ka by C. ഇത് വീക്ക് ആസിഡിന്റെ ആണ്. അപ്പോൾ റൂട്ട് ഓഫ് Ka by C. എടാ മക്കളെ, ഇത്ര ഡയറക്റ്റ് ക്വസ്റ്റൻസ് ആണ് ജെയ്ക്ക് വരിക. വന്നതും ഈ 2024 സെഷൻ നോക്കിയാൽ തന്നെ അറിയാം. വളരെ ഈസി ക്വസ്റ്റൻസ് ആണ് വരിക. ഓക്കെ, അഡ്വാൻസ്ഡ് ആണെങ്കിൽ മാത്രമാണ് സ്ലൈറ്റ്ലി കോംപ്ലിക്കേറ്റഡ് വരിക. ഇവിടെയൊക്കെ ഡയറക്റ്റ് ഫോർമുല ആപ്ലിക്കേഷൻ ആണ്. റൂട്ട് ഓഫ് Ka by C. അപ്പോൾ റൂട്ട് ഓഫ് Ka എന്ന് പറയുമ്പോൾ 10 power minus 5 ഡിവൈഡഡ് ബൈ C എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ? 0.1 മോൾ ഡിവൈഡഡ് ബൈ 1 ലിറ്റർ. That means 0.1, that is equal to root of 10 power minus 4, that is 10 power minus 2 alpha. Alpha എല്ലാം കണ്ടുപിടിക്കാനുള്ളത് ആൽഫ പെർസെൻറ്റേജ് ആണ്. ആൽഫ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 10 power minus 2 multiplied by 100, that is equal to 1. That is equal to 1. Done. Easy peasy question ആണ് മക്കളെ. Next, Ostwald's law. Ostwald's law എന്താ പറയുന്നത്? Ostwald's law says that dissociation constant, അതാ Ka ആയിക്കോട്ടെ or Kb ആയിക്കോട്ടെ, Kb അല്ല, ആൽഫ. ഓക്കെ, ആൽഫയുടെ ഇത് എടുക്കുകയാണെങ്കിൽ യു നോ ദാറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു, ഇപ്പൊ ആസിഡിന്റെ വീക്ക് ആസിഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് Ka by C അല്ലെ. ഇപ്പൊ വീക്ക് ബേസ് എടുക്കുകയാണെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് Kb by C. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ മക്കളെ, ആൽഫ ഇസ് Kb കോൺസ്റ്റന്റ് ആണ്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ Kb കോൺസ്റ്റന്റ് ആണ്. സോ ആൽഫ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് C. ദാറ്റ് മീൻസ് if concentration increase ചെയ്യുകയാണെങ്കിൽ ആൽഫ ഡിക്രീസ് ചെയ്യും. കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ആൽഫ ഇൻക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് ഇത് ഇലക്ട്രോ കെമിസ്ട്രിയിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. വെൻ യു ആർ ഡൈല്യൂട്ടിങ്, നമ്മളൊരു ഇലക്ട്രോളൈറ്റ് എടുത്തു, ഇപ്പൊ അസറ്റിക് ആസിഡ് എടുത്തു, അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് പറ്റും? ഡൈല്യൂഷനാണ് നടക്കുന്നത്. ഡൈല്യൂഷൻ നടക്കുമ്പോൾ എന്ത് പറ്റും? കോൺസെൻട്രേഷൻ കുറയുകയാണ് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ എന്ത് പറ്റും? ആൽഫ കൂടും, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും. അതായത് അസറ്റിക് ആസിഡ്, അൺഡിസോസിയേറ്റഡ് അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് അസറ്റേറ്റും H+ലേക്കും പോകും. അപ്പൊ ഏതൊരു ഇപ്പൊ ഇങ്ങനെ ചോദിക്കാം, ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ, can we convert a weak electrolyte into a strong electrolyte? Absolutely possible. ഡൈല്യൂട്ട് ചെയ്താൽ മതി. നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അൺഡിസോസിയേറ്റഡ് ആയിട്ടുള്ള ആ ഇലക്ട്രോലൈറ്റ്, അൺഡിസോസിയേറ്റഡ് ആയിട്ടുള്ള വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് കംപ്ലീറ്റ് അങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് വരുമ്പോൾ കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കും. സോ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ടു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. ഓക്കെ മക്കളെ, ഫൈൻ. എല്ലാവരും നോക്കുക, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ? ഹയസ്റ്റ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് DOD വാല്യൂ. ഹയസ്റ്റ് DOD എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് കോൺസെൻട്രേഷൻ ഇതിൽ ഏതിലാ പറഞ്ഞ മക്കളെ? ലോവസ്റ്റ് കോൺസെൻട്രേഷൻ ഇതിൽ ഏതിലാ പറഞ്ഞ? 0.0001 molar NH3. Okay, is that clear, my dear champions? Next, Ostwald's dilution is applicable to. Ostwald's dilution is applicable for മക്കളെ, Ostwald's dilution is applicable for, the law is applicable for weak electrolytes. Strong electrolytes not applicable അല്ല, weak electrolytes not applicable, because strong electrolytes എന്തായാലും completely dissociated. It's applicable for weak electrolytes. Is that clear? So basically Ostwald's dilution law is applicable for weak electrolytes. HCl strong electrolyte ആണ്, H2SO4 strong electrolyte ആണ്, NH4Cl NH4Cl salt അല്ലേ, all salts are strong electrolytes. So ഇവിടെ HCN ആണ് weak electrolyte. HCN is a weak acid. ഞാൻ പറഞ്ഞല്ലോ, സ്ട്രോങ് ആസിഡിന്റെ ലിസ്റ്റും വീക്ക് ആസിഡിന്റെ ലിസ്റ്റ് ഒക്കെ നേരത്തെ തന്നിരുന്നു. സ്ട്രോങ് ആസിഡിന്റെ ലിസ്റ്റിൽ HCN ഉണ്ടോ? ഇല്ല. സ്ട്രോങ് ആസിഡിന്റെ ലിസ്റ്റിൽ ആരൊക്കെയുള്ള? HClO4, HI, HBr, H2SO4, HNO3, HCl. ഇവന്മാരാണ് സ്ട്രോങ് ആസിഡിന്റെ ലിസ്റ്റിലുള്ളത്. ഇസ് ദാറ്റ് ക്ലിയർ? NH4Cl അല്ല മക്കളെ, NH4Cl സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, സെൽഫ് അയണൈസേഷൻ ഓഫ് വാട്ടർ. സെൽഫ് അയണൈസേഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? വൺ വാട്ടർ മോളിക്യൂൾ റിയാക്ടിംഗ് വിത്ത് അനദർ വാട്ടർ മോളിക്യൂൾ. മക്കളെ, ഏതൊരു കണ്ടെയ്നറിലും വെള്ളം ഉണ്ടെങ്കിൽ വൺ വാട്ടർ മോളിക്യൂൾ വിൽ റിയാക്ട് വിത്ത് അനദർ വാട്ടർ മോളിക്യൂൾ ടു ഗിവ് യു H3O+ പ്ലസ് OH-. ഈ ഒരു ഇക്വിലിബ്രിയം എന്തായാലും ഉണ്ടാവും കണ്ടെയ്നറിൽ. അത് അസിഡിക് കണ്ടെയ്നർ ആയിക്കോട്ടെ, ബേസിക് കണ്ടെയ്നർ ആയിക്കോട്ടെ, ന്യൂട്രൽ ആയിക്കോട്ടെ, വെള്ളം ഉണ്ടെങ്കിൽ ദിസ് ഇക്വിലിബ്രിയം എക്സിസ്റ്റ്. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ആൻ എൻഡോതെർമിക് റിയാക്ഷൻ. So equilibrium ഒരു equilibrium constant ഉണ്ട് Kw, which is H3O+ into OH- concentration. H3O+ concentration into OH-. കാര്യം ഇത് രണ്ടും ലിക്വിഡ് ആണ്, അത് രണ്ടും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ pKw എടുക്കുകയാണെങ്കിൽ ഇതിന്റെ മൈനസ് ലോഗ് കണ്ടുപിടിക്കുക. pKw എന്ന് പറയുമ്പോൾ മൈനസ് ലോഗ് ഓഫ് Kw. ഇതിന്റെ മൈനസ് ലോഗ് കണ്ടുപിടിക്കുമ്പോൾ you'll get pH plus pOH. So pKw is always pH plus pOH. pH of the solution plus pOH of the solution. Kw is the ionic product of water. അപ്പൊ Kw എന്ന് പറയുന്ന ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. Kw എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല.
ഇത് പുതിയ പേരിട്ട് ഇറക്കിയെന്നുള്ളൂ. ഓക്കെ, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ. അതേപോലെ തന്നെ KW ഇസ് നത്തിങ് ബട്ട് ആൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എല്ലാ പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട്. എന്താണ് ഒരു പ്രോപ്പർട്ടി? ഇറ്റ് ഡിപ്പെൻസ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. സോ KW വാല്യൂ ഡിപ്പെൻസ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. അതുകൊണ്ടാണ് KW ഹാസ് എ സ്പെസിഫിക് വാല്യൂ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. KW is equal to 10⁻⁻14 at 25 ഡിഗ്രി സെൽഷ്യസ്. PKW എന്തായിരിക്കും? മൈനസ് ലോഗ് ഓഫ് KW 14, that is PH plus POH. KW increases with increase in temperature as a reaction is endothermic. ഈ റിയാക്ഷൻ എൻഡോതേർമിക് ആയതുകൊണ്ട് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് പറ്റും? KW കൂടും. ഓക്കെ മക്കളെ, അതേപോലെ തന്നെ ന്യൂട്രൽ അസിഡിക് ബേസിക് മീഡിയം. ഒരു മീഡിയം ന്യൂട്രൽ ആണെന്ന് എങ്ങനെയാ പറയാ? H3O+ കോൺസെൻട്രേഷനും OH- കോൺസെൻട്രേഷനും സെയിം ആയിരിക്കണം. അതാണ് ന്യൂട്രാലിറ്റിയുടെ കണ്ടീഷൻ. H3O+ കോൺസെൻട്രേഷൻ ഷുഡ് ബി ഈക്വൽ ടു OH- കോൺസെൻട്രേഷൻ. അസിഡിക് എന്ന് പറയുമ്പോൾ H3O+ ഗ്രേറ്റർ ദാൻ OH-, ബേസിക് എന്ന് പറയുമ്പോൾ H3O+ ലെസ് ദാൻ OH-. ആൻഡ് ഇറ്റ് ഇസ് ട്രൂ ഓൾവേസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. എല്ലാ ടെമ്പറേച്ചറിലും ദിസ് ഇസ് വാട്ട് ഡിഫൈൻസ് ന്യൂട്രാലിറ്റി, അസിഡിറ്റി, അസിഡിക് സ്ട്രെങ്ത്, അസിഡിക് നേച്ചർ ആൻഡ് ബേസിക് നേച്ചർ. അതേപോലെ തന്നെ 25 ഡിഗ്രി സെൽഷ്യസിൽ KW വാല്യൂ എന്തായാലും മാറില്ല. അസിഡിക് ആയിക്കോട്ടെ, ബേസിക് ആയിക്കോട്ടെ, ന്യൂട്രൽ ആയിക്കോട്ടെ, KW വാല്യൂ 10⁻⁻14. നേരെ മറിച്ച് ന്യൂട്രൽ സൊല്യൂഷൻസിൽ നിങ്ങൾക്കറിയാം H3O+ OH- സെയിം ആയിരിക്കണം. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 10⁻⁷. ന്യൂട്രൽ സൊല്യൂഷൻസിൽ ഈ രണ്ട് കോൺസെൻട്രേഷനും. അസിഡിക് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 10⁻⁷, OH- ലെസ് ദാൻ 10⁻⁷. H3O+ ഗ്രേറ്റർ ദാൻ 10⁻⁷, OH- ലെസ് ദാൻ 10⁻⁷. ബേസിക് ആണെങ്കിൽ H3O+ ഇസ് ലെസ് ദാൻ 10⁻⁷, OH- ഇസ് ഗ്രേറ്റർ ദാൻ 10⁻⁷. നേരെ മറിച്ച് ന്യൂട്രൽ സൊല്യൂഷനിൽ pH is equal to POH is equal to 7. അസിഡിക്കലി pH ലെസ് ദാൻ 7, POH ഗ്രേറ്റർ ദാൻ 7. ബേസിക്കലി pH ഗ്രേറ്റർ ദാൻ 7, POH ലെസ് ദാൻ 7. ഇതൊക്കെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, pH കാൽക്കുലേഷൻ. വൺ ഓഫ് ദ മോസ്റ്റ് കൺഫ്യൂസിംഗ് പാർട്ട്. സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് സാർ ഒരു ക്വസ്റ്റൻ വരുമ്പോൾ pH കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ഫോർമുല യൂസ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ബേസിക്കലി 4 ബക്കറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക, 4 കാറ്റഗറീസിൽ നിന്ന്. അപ്പോൾ ഈ കാറ്റഗറീസ് ഓർത്ത് വെച്ചാൽ മതി. ഒരു സ്ട്രോങ് ആസിഡിന്റെ pH ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് നത്തിങ് ബട്ട് മൈനസ് ലോഗ് ഓഫ് ബേസിസിറ്റി ഓഫ് ദി ആസിഡ് ഇൻടു കോൺസെൻട്രേഷൻ. ഫോർമുല ഓർത്ത് വയ്ക്കുക. സ്ട്രോങ് ബേസിന്റെ pH ചോദിക്കുകയാണെങ്കിൽ മൈനസ് ലോഗ് ഓഫ് അസിഡിറ്റി ഇൻടു കോൺസെൻട്രേഷൻ. ഫോർ എക്സാമ്പിൾ JEE 2023 22 വന്നതാണ്. ദേ ആസ്ക്ഡ് pH ഓഫ് 0.002 മോളാർ NaOH. അപ്പൊ എന്ത് ചെയ്യണം? pH is equal, POH കണ്ടുപിടിക്കുക ആദ്യം. POH കണ്ടുപിടിക്കുക. POH is മൈനസ് ലോഗ് ഓഫ് അസിഡിറ്റി ഓഫ് NaOH എത്ര? 1 ഇൻടു കോൺസെൻട്രേഷൻ എത്ര? 2 ഇൻടു 10⁻⁻3. ഇത് കണ്ടുപിടിക്കുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 3 - log 2 എന്ന് കിട്ടും. ദിസ് ഇസ് 3 - log 2. അത് POH. എന്നിട്ട് 14 നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. ബിക്കോസ് pH is 14 - POH. ഓക്കെ, ഫൈൻ. ഇനി അവർ ചോദിക്കുകയാണ് മിക്സ്ചർ ഓഫ് 2 ആസിഡ്സ്. 2 സ്ട്രോങ് ആസിഡ്സ് മിക്സ് ചെയ്യുകയാണെങ്കിൽ, 2 സ്ട്രോങ് ആസിഡ്സ് മിക്സ് ചെയ്യുകയാണെങ്കിൽ pH എന്താണ്? 2 സ്ട്രോങ് ആസിഡ്സ് മിക്സ് ചെയ്യുകയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കുക H+ കോൺസെൻട്രേഷൻ വരുന്നത് N1V1 + N2V2 / V1 + V2 ആണ്. അപ്പൊ pH കണ്ടുപിടിക്കണമെങ്കിൽ മൈനസ് ലോഗ് ഓഫ് ഈ ഫോമിൽ ഇട്ടാൽ മതി. മൈനസ് ലോഗ് ഓഫ് N1V1 + N2V2 / V1 + V2. മിക്സർ ഓഫ് 2 സ്ട്രോങ് ബേസസ് ആണെങ്കിൽ OH- ആയിരിക്കും ഈ ഫോമിൽ വരിക. അപ്പൊ POH is equal to മൈനസ് ലോഗ് ഓഫ് ഈ ഫോമിൽ. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് നിങ്ങൾക്ക് സാധ്യതയുള്ളത് വീക്ക് ആസിഡിന്റെ pH. ഒരു വീക്ക് ആസിഡ്, അസറ്റിക് ആസിഡ്, അതിന്റെ pH is half into pKa - log C. ഓക്കെ മക്കളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം. ഇറ്റ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് മൈനസ് ലോഗ് ഓഫ് C⁴. Okay, minus log of C⁴. Weak base in the POH half into pKb - log C, which can also be written as minus log of C⁴. Next നിങ്ങൾക്ക് ചോദ്യം വരാൻ പോകുന്നത് മിക്സർ ഓഫ് എ സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് pH. ഇഫ് ആസിഡിന്റെ നോർമാലിറ്റി N1 വോള്യൂം V1 തന്നിട്ടുണ്ട്, ബേസിന്റെ നോർമാലിറ്റി N2 വോള്യൂം V2 വന്നിട്ടുണ്ട്. ഇഫ് N1V1 ഇസ് ഗ്രേറ്റർ ദാൻ N2V2, ആദ്യം ഇത് ചെക്ക് ചെയ്യുക. N1V1 ഗ്രേറ്റർ ദാൻ N2V2 ആണെങ്കിൽ pH is മൈനസ് ലോഗ് ഓഫ് N1V1 - N2V2 / V1 + V2. നേരെ മറിച്ച് ഒരു സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് മിക്സർ തന്നിട്ടുണ്ട്, N1V1 is ലെസ് ദാൻ N2V2 ആണെങ്കിൽ POH will be മൈനസ് ലോഗ് ഓഫ് N2V2 - N1V1 / V1 + V2. POH കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ pH കണ്ടുപിടിക്കാൻ പറ്റും അതിൽ നിന്ന്. അപ്പൊ ഈ ബക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണിത്. കാൽക്കുലേറ്റ് ദ pH ഓഫ് എ മിക്സ്ചർ ഓഫ് 400 ml 1/200 മോളാർ H2SO4 ആൻഡ് 400 ml 1/100 മോളാർ HCl. ദിസ് ഇസ് ബേസിക്കലി ഏത് ബക്കറ്റിലാണ്? സ്ട്രോങ് ആസിഡ്, 2 സ്ട്രോങ് ആസിഡ്സ് മിക്സ്ഡ് വിത്ത് ഈച്ച് അതർ. 2 സ്ട്രോങ് ആസിഡിനെ മിക്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ pH എന്താ വരിക മക്കളെ? മൈനസ് ലോഗ് ഓഫ് N1V1 + N2V2 / V1 + V2. ഇതാണ് ഫോർമുല വരിക. ഓക്കെ,
N1 എന്ന് പറയുമ്പോൾ normality of H2SO4. Please understand, normality is nothing but molarity into n factor. Molarity into n factor ആണ്. അപ്പോൾ 1/100 ആണ് N1. V1 എന്ന് പറയുമ്പോൾ 400 milliliter. N2 എന്ന് പറയുമ്പോൾ molarity into n factor. Normality is molarity into n factor. n factor of HCl എത്രയാ? 1. Okay. അപ്പോൾ ഇവിടെ 1/100 വരും. വോള്യൂം എത്രയാണ്? V2 is 400. എന്നിട്ട് അത് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ കാൽക്കുലേഷൻ കാണിക്കുന്നില്ല, ഡയറക്റ്റ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇടാൻ കാര്യം എന്ന് വെച്ചാൽ എവറി ക്വസ്റ്റ്യൻ കംസ് ഫ്രം ദാറ്റ് ബക്കറ്റ്. ഈ ബക്കറ്റിൽ നിന്നേ വരുള്ളൂ, ഈ ഒരു ബക്കറ്റിൽ നിന്നേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ബക്കറ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, എഴുതി ഒപ്പിട്ട് വരാം, ആ ബക്കറ്റിൽ നിന്നേ വരുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് pH ഓഫ് 75 milliliter ഓഫ് M/5 HCl ആൻഡ് 25 milliliter ഓഫ് M/5 NaOH മിക്സ് വിത്ത് ഈച്ച് അതർ. അപ്പൊ ഇത് ഏത് ബക്കറ്റാ? സ്ട്രോങ് ആസിഡ് മിക്സ് വിത്ത് സ്ട്രോങ് ബേസ്. സ്ട്രോങ് ആസിഡ് മിക്സ് വിത്ത് സ്ട്രോങ് ബേസ്. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം N1V1 നോക്കുക. N1V1 കാൽക്കുലേറ്റ് ചെയ്യുക. N1V1 എന്ന് വെച്ചാൽ എത്രയാ? നോർമാലിറ്റി ഓഫ് HCl. നോർമാലിറ്റി ഓഫ് HCl എന്ന് മൊളാരിറ്റി ഓഫ് HCl ഇൻറ്റു n ഫാക്ടർ. HCl n ഫാക്ടർ 1 ആണ്, ഇൻറ്റു വോള്യൂം, ദാറ്റ് ഈസ് ഈക്വൽ ടു 15. N2V2 എന്ന് പറയുമ്പോൾ നോർമാലിറ്റി ഓഫ് NaOH എത്രയാ? 1/5. മൊളാരിറ്റി 1/5 ആണ്, നോർമാലിറ്റി 1/5 ഇൻറ്റു 1 വരും. അപ്പോൾ 1/5 തന്നെ ഇൻറ്റു 25, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ദാറ്റ് മീൻസ് N1V1 ഇസ് ഗ്രേറ്റർ ദാൻ N2V2. N1V1 ഇസ് ഗ്രേറ്റർ ദാൻ N2V2. അപ്പോൾ pHന്റെ ഫോർമുല എന്താ വരിക മക്കളെ? ആ ബക്കറ്റിലെ ഫോർമുല ഓർമ്മയില്ലേ? മൈനസ് ലോഗ് ഇൻറ്റു N1V1 മൈനസ് N2V2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2. എല്ലാം ആ ബക്കറ്റിൽ നിന്ന് വരുള്ളൂ. ആ തന്ന 4 എണ്ണത്തിൽ നിന്നാണ് വരിക. അത് ഐഡന്റിഫൈ ചെയ്താൽ മതി ആ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ്. നെക്സ്റ്റ് വൺ നോക്കുക. pH ഓഫ് 10⁻⁻1 മോളാർ അസറ്റിക് ആസിഡ് Ka തന്നിട്ടുണ്ട്. 10⁻⁻1 മോളാർ അസറ്റിക് ആസിഡ് Ka തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിന്റെ ആൻസേഴ്സ് കാണിക്കുന്നില്ല കേട്ടോ, മെത്തേഡ് പറഞ്ഞു തരുവാണ്. 10⁻⁻1 മോളാർ അസറ്റിക് ആസിഡ് ഇതെന്താണ്? വീക്ക് ആസിഡ് ആണ്. വീക്ക് ആസിഡ് ആണ് മക്കളെ. വീക്ക് ആസിഡിന്റെ pH എന്താണ്? വീക്ക് ആസിഡിന്റെ pH എന്താ? ആ ബക്കറ്റിൽ നോക്കുക. വീക്ക് ആസിഡിന്റെ ഫോർമുല നോക്കുക. ഹാഫ് ഇൻറ്റു pKa മൈനസ് ലോഗ് C. ഓക്കെ, അപ്പൊ ഇവിടെ Ka തന്നിട്ടുണ്ട്. Ka തന്നിട്ടുണ്ടെങ്കിൽ pKa എത്രയാ വരിക മക്കളെ? pKa എന്ന് പറയുമ്പോൾ മൈനസ് ലോഗ് ഓഫ് 2 ഇൻറ്റു 10⁻⁻1 2 ഇൻറ്റു 10⁻⁻5 മൈനസ് ലോഗ് ഓഫ് C. മൈനസ് ലോഗ് ഓഫ് C എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് 10⁻⁻1 വരും. ഓക്കെ, എന്നിട്ട് കാൽക്കുലേഷൻ ചെയ്യാം. കാൽക്കുലേഷൻ ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് pH of 0.02 molar monobasic acid. Monobasic acid again weak acid ആണ്, 2%. Alpha is equal to 2%. ആൽഫ തന്നിട്ടുണ്ട്. ആൽഫ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യാം. ഏത്? നമ്മളിപ്പോൾ പഠിച്ച pH is equal to half into pKa minus log C. അപ്പോൾ നിങ്ങൾക്ക് സർ Ka വാല്യൂ തന്നിട്ടില്ലല്ലോ. Ka വാല്യൂ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. Ka is equal to C alpha square. Ka is equal to C alpha square എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി മൈനസ് ലോഗ് ഓഫ് C alpha. സാർ നേരത്തെ ഒരു കാര്യം ഇവിടെ ആഡ് ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ മക്കളെ? ഓർമ്മയുണ്ടോ മക്കളെ? ആ pHന്റെ ഈ ഫോർമുലയുടെ ഒപ്പം വീക്ക് ആസിഡിന്റെ കേസിൽ മൈനസ് ലോഗ് ഓഫ് C alpha എന്ന് പറഞ്ഞ ഫോർമുലയും അവിടെ യൂസ് ചെയ്യാം. മൈനസ് ലോഗ് ഓഫ് C alpha എന്നുള്ള ഫോർമുല അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ അത് ക്ലിയർ ആയിട്ട് എഴുതി തരാം. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ദിസ് ക്യാൻ ഓൾസോ ബി ഫൗണ്ട് ഔട്ട് യൂസിങ് മൈനസ് ലോഗ് ഓഫ് C alpha. ഇതും മൈനസ് ലോഗ് ഓഫ് C alpha എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആ ഫോർമുല യൂസ് ചെയ്താൽ മതി. മൈനസ് ലോഗ് ഓഫ് C alpha, ദാറ്റ് ഈസ് മൈനസ് ലോഗ് ഓഫ് C എന്ന് പറയുമ്പോൾ 0.02 ഇൻറ്റു ആൽഫ എന്ന് പറയുമ്പോൾ 2% ആണ്. അപ്പോൾ 2/100 എടുക്കണം. ഓക്കെ, എന്നിട്ട് ലോഗരത്തിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ലോഗ് ഓഫ് 4/4 ഇൻറ്റു 10⁻⁻4 എന്ന് വരും അല്ലേ? ദിസ് ഇസ് മൈനസ് ലോഗ് ഓഫ് 4 ഇൻറ്റു 10⁻⁻4, ദാറ്റ് ഈസ് 4 മൈനസ് ലോഗ് 4 എന്ന് വരും. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് നമുക്ക് സോൾട്ട് ഹൈഡ്രോളിസിസ് ആണ്. സോൾട്ട് ഹൈഡ്രോളിസിസിൽ എന്തൊക്കെയാണുള്ളത് മക്കളെ? സോൾട്ട് ഹൈഡ്രോളിസിസിൽ ആദ്യം നമ്മൾ പഠിക്കാനുള്ളത് വീക്ക് ആസിഡ് പ്ലസ് സ്ട്രോങ് ബേസ് സോൾട്ട്. വീക്ക് ആസിഡ് പ്ലസ് സ്ട്രോങ് ബേസ് സോൾട്ട് ഇൻ ഹൈഡ്രോളിസിസ്. weak acid plus strong base salt in the hydrolysis. Weak acid plus strong base salt in the hydrolysis. For example, sodium acetate
sodium acetate. Example, sodium acetate. Example, sodium acetate. Okay. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് സോൾട്ടിന്റെ ഹൈഡ്രോളിസിസ് എപ്പോഴും ആനയോണിക് ആയിരിക്കും. അതായത് ആനയോൺ ആയിരിക്കും ഹൈഡ്രോളൈസ് ചെയ്യാൻ പോകുന്നത്. ആനയോൺ ആയിരിക്കും ഹൈഡ്രോളൈസ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ CH3COO മൈനസ് ആയിരിക്കും വെള്ളമായിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് വിൽ റിയാക്ട് ടു ഗിവ് CH3COOH പ്ലസ് OH മൈനസ്. ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഫോർമുലാസ് എന്തൊക്കെയാണ്? KH is equal to KW by KA. ഓർത്ത് വെക്കേണ്ട ഫോർമുലാസ് എന്തൊക്കെയാണ് മക്കളെ? KH is equal to KW by KA. KS എന്ന് പറയുമ്പോൾ ഹൈഡ്രോളിസിസ് കോൺസ്റ്റന്റ്, KH എന്ന് പറയുമ്പോൾ ഹൈഡ്രോളിസിസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഫോർമുല എന്തൊക്കെയാ മക്കളെ? നെക്സ്റ്റ് നിങ്ങൾ H, degree of hydrolysis. Degree of hydrolysis is nothing but root of KW by C into Ka. Root of KW by C into Ka. Root of KW by C into Ka. Next നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് OH മൈനസിന്റെ കോൺസെൻട്രേഷൻ. OH മൈനസിന്റെ കോൺസെൻട്രേഷൻ is nothing but root of C into KW by Ka. Root of C into KW by Ka. Root of C into KW by Ka. ഫൈനലി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഫോർമുല pHന്റെ ഫോർമുലയാണ്. pH എന്ന് പറയുമ്പോൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് സോൾട്ടിന്റെ pH will be greater than 7. ഇതിന്റെ ഫോർമുല വരാൻ പോകുന്നത് at 25 degrees Celsius 7 plus half into pKa plus log C. ഓക്കെ മക്കളെ, ഫൈൻ. നെക്സ്റ്റ് സോൾട്ട് ഹൈഡ്രോളിസിസ് വീക്ക് ബേസ് പ്ലസ് സ്ട്രോങ് ആസിഡ്. വീക്ക് ബേസ് പ്ലസ് സ്ട്രോങ് ആസിഡ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ NH4Cl. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഇവിടെ കാറ്റയോണിക് ഹൈഡ്രോളിസിസ് ആണ് നടക്കുക. അതായത് കാറ്റയോൺ റിയാക്ട്സ് വിത്ത് വാട്ടർ. ഫോർ എക്സാമ്പിൾ ഇവിടെ NH4+ ആണ് വെള്ളമായിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. NH4+ റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഗിവ് യു NH3+ H3O+. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഫോർമുലാസ് എന്തൊക്കെയാണ്? KH ഹൈഡ്രോളിസിസ് കോൺസ്റ്റന്റ് is KW by KB. Degree of hydrolysis H is equal to degree of hydrolysis വരുന്നത് root of KW by CKB. ഓക്കെ, അതേപോലെ തന്നെ H+ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ H3O+ കോൺസെൻട്രേഷൻ വരാൻ പോകുന്നത് റൂട്ട് ഓഫ് C into KW by KB. അതേപോലെ തന്നെ pHന്റെ ഫോർമുല വരാൻ പോകുന്നത് 7 minus half into pKb plus log C. ഓക്കെ ആണോ മക്കളെ? നെക്സ്റ്റ് വീക്ക് ആസിഡ് പ്ലസ് വീക്ക് ബേസ്. വീക്ക് ആസിഡും വീക്ക് ബേസിന്റെയും സോൾട്ട്. വീക്ക് ആസിഡ് വീക്ക് ബേസ് സോൾട്ടിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഫോർമുലാസ് എന്തൊക്കെയാ മക്കളെ? KH is equal to KW by KA into KB. അതേപോലെ തന്നെ H by 1 minus H is equal to root of KW by KA into KB. Got it? അതേപോലെ തന്നെ H3O+ concentration is root of KW into KA by KB. അതേപോലെ തന്നെ pH is nothing but 7 plus half into pKa minus pKb. ഇതൊക്കെയാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് സോൾട്ടോ അത് ഹൈഡ്രോളൈസ് ചെയ്യില്ല. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് സോൾട്ട് വിൽ നോട്ട് ഹൈഡ്രോളൈസ്. ഓക്കെ ആണോ മക്കളെ? ഫൈൻ. നമുക്ക് പെട്ടെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. If KH for anilinium ion is 2.5 into 10 power minus 5, KB for anilinous. ഇവിടെ നോക്കിക്കേ മക്കളെ, അനിലീനിയം അയോൺ എന്ന് പറയുമ്പോൾ കാറ്റയോണിക് ഹൈഡ്രോളിസിസ് ആണ് നടക്കുക. അനിലീൻ്റെ സോൾട്ട് ആണല്ലോ അനിലീനിയം.
Anilinium ion, anilinium chloride എന്നൊക്കെ പറയുന്നത്. So basically weak base plus strong acid. ഇപ്പൊ anilinium chloride weak base strong acid salt ആണ്. അവിടെ cationic hydrolysis ആ. Cationic hydrolysis നമുക്കറിയാം ഫോർമുല എന്താ മക്കളെ? KH is equal to KW by KB അല്ലേ? So basically KB എത്രയാണ്? KW by KH ചെയ്താൽ മതി. KW by KH ചെയ്താൽ മതി. KW വാല്യൂ എത്ര? 10 power minus 14. KH വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. Got it? Fine. Next, ഇത് നോക്കുക. Ka and Kb of a weak acid HA and weak base BOH are given. Ka, Kb തന്നിട്ടുണ്ട്. Hydrolysis, percentage hydrolysis of their salters. അതായത് ആൽഫ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് H പെർസെൻറ്റേജ്. ആൽഫ എന്ന് ഉദ്ദേശിച്ചത് H. ഹൈഡ്രോളിസിന്റെ കേസിൽ H പെർസെൻറ്റേജ്. H ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ. നമുക്കറിയുന്ന ഒരു ഫോർമുല ഉണ്ട്. H minus 1 minus H by 1 minus H is nothing but root of KW by KA into KB. നേരത്തെ നമ്മൾ കണ്ട ഫോർമുലയാണ്. That means ഒരു മിനിറ്റ് മക്കളെ. Yeah, that is root of KW എത്ര? 10 power minus 14. KA എത്ര? 3 into 10 power minus 7. KB എത്ര? 3 into 10 power minus 7. So that is equal to root of 1 by 9 വരും. That is 1 by 3. Okay, that means ഇത് rearrange ചെയ്യുമ്പോൾ 3H is equal to 1 minus H. H is equal to 1 by 4 എന്ന് വരും. That is equal to 0.25. അപ്പോൾ പെർസെൻറ്റേജ് നോക്കുമ്പോൾ 25% വരും. ഓക്കെ മക്കളെ, ഫൈൻ. നെക്സ്റ്റ് നമുക്ക് ബഫറിലേക്ക് കിടക്കാം. എല്ലാവരും നോക്കുക. ബഫർ 3 തരത്തിലുണ്ട്. അസിഡിക് ബഫർ, ബേസിക് ബഫർ, സോൾട്ട് ബഫർ. അസിഡിക് ബഫർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് എ weak acid and its salt with a strong base. Weak acid and its salt with a strong base. For example, acetic acid and sodium acetate solution mix ചെയ്യുമ്പോൾ, HCN and NaO solution mix ചെയ്യുമ്പോൾ, carbonic acid and Na2CO3 mix ചെയ്യുമ്പോൾ. Basic buffer എന്ന് വെച്ചാൽ എന്താണ്? Solution of weak base and its salt with a strong acid. Solution of weak base and its salt with a strong acid. For example, ammonia plus NH4Cl mix ചെയ്യുമ്പോൾ, ഇപ്പോൾ മെത്തനാമൈൻ പ്ലസ് അതിൻ്റെ സോൾട്ട് NH3 പ്ലസ് Cl മിക്സ് ചെയ്യുമ്പോൾ, ഇതൊക്കെയാണ് ബേസിക് ബഫർ. സോൾട്ട് ബഫർ എന്ന് പറയുമ്പോൾ salt solution of a weak acid weak base. ഒരു weak acid weak base ന്റെ salt solution. For example, ammonium acetate വെള്ളത്തിലിട്ടാൽ that's a buffer. അമോണിയം അസറ്റേറ്റ് വെള്ളത്തിലിട്ടാൽ that's a buffer. ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, സോൾട്ട് ബഫറിന് ഒറ്റ കമ്പോണന്റ് മതി, ആ സോൾട്ട് മാത്രം മതി. ബേസിക് ബഫറിനും അസിഡിക് ബഫറിനും 2 കോമ്പണൻസ് വേണം. അസിഡിക് ബഫർ എന്ന് പറയുമ്പോൾ വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ് സോൾട്ട് വേണം. ബേസിക് ബഫർ എന്ന് പറയുമ്പോൾ വീക്ക് ബേസ് ആൻഡ് ഇറ്റ് സോൾട്ട് വേണം. ഓക്കെ ആണോ മക്കളെ? ഫൈൻ. ഫോർ എക്സാമ്പിൾ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ബഫർ? ഇതല്ല സ്ട്രോങ് ആസിഡ് ആണ് അവിടെ ഉള്ളത്, ഇതല്ല സ്ട്രോങ് ബേസ് ആണുള്ളത്, ഇവിടെ ഇതല്ല സ്ട്രോങ് ആസിഡ് ആണ് ഇവിടെ ഉള്ളത്. HNO2 and KNO2. HNO2 is a weak acid, KNO2 is its salt. HNO2 plus KNO2 combination. Next നമുക്ക് pH of a buffer നോക്കാം. pH of a buffer, acidic bufferന്റെ pH എന്ന് പറയുന്നത് pKa plus log of conjugate base concentration by acid concentration. POH എന്ന് പറയുന്നത് basic bufferന്റെ POH എന്ന് പറയുന്നത് pKb plus log of conjugate acid by acid concentration. ഇവിടെ എല്ലാവരും നോക്കുക, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു അസിഡിക് ബഫർ എടുക്കുകയാണ്, CH3COOHും CH3COONAയും എടുക്കുകയാണെങ്കിൽ, CH3COONA എടുക്കുകയാണ്, ലേറ്റസ് ഇതിന്റെ കോൺസെൻട്രേഷൻ 0.1 ആണ്, ഇതിന്റെ കോൺസെൻട്രേഷൻ 0.2 ആണെങ്കിൽ pH എന്ന് പറയുന്നത് pKa of acetic acid plus log of conjugate base of acetic acid ഏതാ?
So basically എല്ലാവരും നോക്കുക മക്കളെ, pKa plus log of conjugate pKa plus log of conjugate base എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, conjugate base എന്ന് പറയുമ്പോൾ എപ്പോഴും conjugate base of CH3COH എത്ര? CH3CO minus. ആ CH3CO minus എപ്പോഴും ആ സോൾട്ടിൽ നിന്നാണ് വരിക. Conjugate base always comes from the salt. അപ്പോൾ ഇവിടെ conjugate baseന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ 0.2 തന്നെയാണ്, ഇവിടെ 0.1. നേരെ മറിച്ച് അസറ്റിക് ആസിഡും മെഗ്നീഷ്യം അസറ്റേറ്റ് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അസറ്റിക് ആസിഡും മെഗ്നീഷ്യം അസറ്റേറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ pKa plus log of ഇവിടെ log ആണ് കേട്ടോ വരേണ്ടത്, log of 0.2 by 0.1 ആണ്. ഇവിടെ log of ഇവിടെ let's say 0.1 ഉം ഇതിന്റെ കോൺസെൻട്രേഷൻ 0.2 ആണെങ്കിൽ ഇവിടെ 0.2 into 2 ചെയ്യണം. 0.2 into 2 ചെയ്യണം. കാര്യം എന്താണ്? കോൺജുഗേറ്റ് ബേസ് മെഗ്നീഷ്യം അസറ്റേറ്റ്, അതിൽ 2 അസറ്റേറ്റ് ഉണ്ട്. അപ്പൊ 0.2 മെഗ്നീഷ്യം അസറ്റേറ്റ് യൂസ് ചെയ്താൽ 0.2 into 2 ചെയ്യണം. 0.2 into 2 divided by 0.1. അത് എപ്പോഴും മനസ്സിലാക്കുക. Got it? For example, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ഇത് ജെയിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. pH of 2 into 10 power minus 2 molar acetic acid and 2 into 10 power minus 2 molar calcium acetate. pH is ഇത് ബേസിക്കലി എന്താണ്? acidic buffer ആണ്. acidic buffer ആണ്. So basically log of conjugate base concentration വരാൻ പോകുന്നത് 2 into 2 into 10 power minus 2 വരും. 2 into 2 into 10 power minus 2 divided by 2 into 10 power minus 2. എന്തുകൊണ്ട് 2 മൾട്ടിപ്ലൈ ചെയ്ത കാര്യം? ഇവിടെ കാൽഷ്യം അസറ്റേറ്റ്, അതിൽ നിന്ന് 2 അസറ്റേറ്റ് വരും. അപ്പോൾ സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ into 2 ചെയ്യണം. Got it മക്കളെ? ഫൈൻ. ഇതേ സംഭവം തന്നെ ഇത് നോക്കിക്കേ, 0.1 നോർമൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് 0.1 നോർമൽ NH4Cl, pH 9.25 എന്ന് വന്നിട്ടുണ്ട്. pKb എത്രയാണെന്നാണ് ചോദ്യം. എല്ലാവരും നോക്കുക മക്കളെ, നമുക്കറിയാം POH is equal to pKb plus log of conjugate acid concentration. Conjugate acid concentration ഇവിടെ എത്ര വരിക? NH4OH കോൺജുഗേറ്റ് ആസിഡ് എന്ന് വെച്ചാൽ NH4 പ്ലസ് എവിടെ നിന്ന് തന്നെ? സോൾട്ടിൽ നിന്ന്. സോ 0.1 ഡിവൈഡഡ് ബൈ 0.1 വരും. സോ POH is equal to pKb. അപ്പോൾ POHന്റെ വാല്യൂ എത്ര വരിക മക്കളെ? POHന്റെ വാല്യൂ വരാൻ പോകുന്നത്, pH ആണ് 9.25, അപ്പോൾ POH എത്രയാണ്? 4.75 ആയിരിക്കും pKb ആയിട്ട് വരാൻ പോകുന്നത്. ഇത് തന്നെ അമോണിയം ക്ലോറൈഡിന് പകരം NH4 twice Mg ആണെങ്കിൽ, NH4 twice SO4 ആയിരുന്നെങ്കിൽ ഇവിടെ 2 അമോണിയം വരും. അപ്പോൾ ഇവിടെ 0.1 പകരം 0.1 into 2 ഇടണം. കോൺജുഗേറ്റ് ആസിഡ് കോൺസെൻട്രേഷൻ 0.1 into 2 വേണം. ഓക്കെ മക്കളെ? ലാസ്റ്റ്ലി നമുക്ക് സോലിബിലിറ്റി ഇക്വിലിബ്രിയത്തിലേക്ക് കിടക്കാം. സോലിബിലിറ്റി ഇക്വിലിബ്രിയം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇഫ് യു ഹാവ് എ സോൾട്ട് AXBY X കാറ്റയോൺസും Y ആനയോൺസുമായിട്ട് സോലിബിലിറ്റി ഇക്വിലിബ്രിയം ഉണ്ട്. അതിന്റെ KSP വരുന്നത് എന്താണ്? X⁻x dot Y⁻y dot S⁻x plus y. അല്ലേ മക്കളെ? ഫൈൻ. ഗോട്ട് ഇറ്റ്? അതേപോലെ തന്നെ QSP greater than KSP ആണെങ്കിൽ precipitation occurs. QSP equal to KSP ആണെങ്കിൽ സാച്ചുറേറ്റഡ് ആണ്. നേരെ മറിച്ച് QSP less than KSP ആണെങ്കിൽ എന്താണ് മക്കളെ? നോട്ട് സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് ആണ് അവിടെ വരിക. അൺസാച്ചുറേറ്റഡ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ നമുക്ക് പെട്ടെന്ന് 2 ക്വസ്റ്റ്യൻ ചെയ്യാം. മോളാർ സോലിബിലിറ്റി ഓഫ് എ സ്പെയറിംഗ്ലി സോലിബിൾ സോൾട്ട് MX4 is S. The corresponding solubility product is, എല്ലാവരും നോക്കുക മക്കളെ, KSP is equal to MX4 ടൈപ്പ് ആണ്, X⁻x. നമ്പർ ഓഫ് കാറ്റോൺസ് 1 ആണ്. സോ ബേസിക്കലി S⁻1 into S⁻4 into 1/1 into 4/4 into S⁻1 plus 4. That is equal to 256 S⁻5 എന്ന് വരും. That means S is equal to KSP by 256 the whole power 1/5. Okay മക്കളെ? Got it? വേറൊരു ചോദ്യം ചെയ്യാം. What is the solubility of aluminum hydroxide? KSP 1 into 10 power minus 33 എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഫർ ഓഫ് pH 4. pH 4 ആണെങ്കിൽ POH എത്രയാണ്? POH 10 ആണ്. അതായത് OH മൈനസ് കോൺസെൻട്രേഷൻ എത്രയാണ്?
OH minus concentration എത്ര വരിക മക്കളെ? OH minus concentration will be 10 power minus 10. അല്ലേ? POH 10 ആണെങ്കിൽ OH minus concentration 10 power minus 10. So basically I can write KSP of aluminum hydroxide as concentration of Al3 plus into concentration of OH minus the whole cube. Concentration of Al3 plus എന്താ solubility തന്നെയായിരിക്കും. കാര്യം Al3 plus എവിടെന്നാ പറഞ്ഞത്? അലൂമിനിയം ഹൈഡ്രോക്സൈഡ് എന്ന്. അലൂമിനിയം ഹൈഡ്രോക്സൈഡിൽ എത്ര അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഇട്ടോ അത്രയും Al3 plus വരും. So S is the solubility. So S into OH minus ന്റെ concentration is 10 power minus 10. കാര്യം ഇത് ബഫറാണ്. ബഫറിന്റെ കോൺസെൻട്രേഷൻ OH മൈനസും H പ്ലസും കോൺസെൻട്രേഷനും മാറ്റം വരില്ല. അൺലസ് ഡ്രാസ്റ്റിക് ചേഞ്ചസ്, ഡ്രാസ്റ്റിക് ആസിഡോ ബേസോ ആഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ മാറ്റം വരുള്ളൂ. സോ ബേസിക്കലി ഇവിടെ OH മൈനസ് കോൺസെൻട്രേഷൻ എത്ര? 10 power minus 10 തന്നെയാണ്. ഇൻറ്റു ദ ഹോൾ പവർ 3 എന്ന് വരും. KSP എത്രയാ? 10 power minus 33. സോ എസിന്റെ വാല്യൂ എത്രയാ വരിക മക്കളെ? 10 power minus 3 വരും. ഓക്കെ ആണോ മക്കളെ? സോ ദാറ്റ്സ് ഇറ്റ്. മെയിൻ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ഇത് ഒന്നും കൂടി ചെയ്തു നോക്കുക. Extremely important ആണ്. So that's it മക്കളെ. I'll see you guys for the next class. Till then, love you guys a lot. Bye bye.